എംബ്രിയോളജി അമ്മയുടെ യൂട്രസിൻ്റെ അകത്ത് വെച്ച് ഒരു കുട്ടിയുടെ വളർച്ചയെക്കുറിച്ചുള്ള പഠനമാണ് എംബ്രിയോളജി എന്ന് പറയുന്നത്. ഹ്യൂമൻ എംബ്രിയോളജി വളരെ കൺസൈസായിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറയാം. മെയിനായിട്ടും ഈ വീഡിയോയിൽ ആദ്യത്തെ 3 വീക്സിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഗ്യാസ്ട്രുലേഷനെ കുറിച്ച്, ന്യൂറുലേഷനെ കുറിച്ച്, അതായത് ന്യൂറൽ ട്യൂബിൻ്റെ ഫോർമേഷൻ, പിന്നീട് ഫെറിഞ്ചൽ ആർച്ചസിൻ്റെ ഫോർമേഷൻ, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം നമുക്ക് ഗമറ്റോജെനസിസിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, പ്രൈമോഡിയൽ ജേം സെല്ല് ഡെവലപ്പ് ചെയ്യുന്നത് എപ്പിബ്ലാസ്റ്റിൽ നിന്നാണ്. എപ്പിബ്ലാസ്റ്റിൽ നിന്നും 2nd വീക്കിലാണ് പ്രൈമോഡിയൽ ജേം സെല്ല് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ പ്രൈമോഡിയൽ ജേം സെല്ല് യോക്ക് സാക്കിൻ്റെ എൻഡോഡേർമൽ വാളിലേക്ക് എത്തും. ആ മൈഗ്രേഷൻ നടക്കുന്നത് 4th വീക്കിലാണ്. പ്രൈമോഡിയൽ ജേം സെല്ല് യോക്ക് സാക്കിൻ്റെ എൻഡോഡേർമൽ വാളിലേക്ക് 4th വീക്കിൽ മൈഗ്രേറ്റ് ചെയ്യും. ഈ യോക്ക് സാക്കിൽ നിന്നും അത് ഗൊണാഡൽ റിഡ്ജിലേക്ക് പോകും. അത് 5th വീക്കിലായിരിക്കും. അപ്പോൾ 2nd വീക്കിൽ പ്രൈമോഡിയൽ ജേം സെല്ല് ഡെവലപ്പ് ചെയ്തു, 4th വീക്കിൽ യോക്ക് സാക്കിലെത്തി, 5th വീക്കിൽ ഗൊണാഡൽ റിഡ്ജിലെത്തി. ഓക്കെ, അങ്ങനെ പ്രൈമോഡിയൽ ജേം സെൽസ് ഗൊണാഡൽ സ്ട്രീക്സിലെത്തി. ഇനി നമുക്ക് ഊജെനസിസിനെ കുറിച്ചും സ്പെർമറ്റോജെനസിസിനെ കുറിച്ച് സംസാരിക്കാം, അതായത് ഗമറ്റോജെനസിസ്. ആദ്യം ഊജെനസിസ്. ഓക്കെ, പ്രൈമോഡിയൽ ജേം സെല്ല് ഗൊണാഡ്സിൽ എത്തുന്നത് 5th വീക്കിലാണ്. 5th വീക്ക് കഴിഞ്ഞ് ഒരു 3rd മന്തൊക്കെ ആകുമ്പോഴത്തേക്കും ഊഗോണിയം ഉണ്ടാവാൻ തുടങ്ങും. പ്രൈമോഡിയൽ ജേം സെല്ലിൽ നിന്ന് ഊഗോണിയം ഫോം ചെയ്യും. ഈ ഊഗോണിയം എല്ലാം പ്രൈമറി യൂസൈറ്റായിട്ട് മാറും. അപ്പോൾ പ്രൈമോഡിയൽ ജേം സെൽ, ഊഗോണിയം, പ്രൈമറി യൂസൈറ്റ് ഫോം ചെയ്യുന്നത് 5th to 7th മന്തിലാണ്. ഇങ്ങനെ 7th മന്തിൽ പ്രൈമറി യൂസൈറ്റ് ആയതിനു ശേഷം മിയോസിസിന് രണ്ട് സ്റ്റെപ്പ് ഉണ്ടല്ലോ, മിയോസിസ് 1, മിയോസിസ് 2. അപ്പോൾ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷനിൽ പ്രൈമറി യൂസൈറ്റ് കയറും. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷനിൽ കയറിയിട്ട് പ്രോഫേസ് വരെ എത്തുള്ളൂ. പ്രോഫേസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ പ്രൈമറി യൂസൈറ്റ് ഡിപ്ലോട്ടീൻ സ്റ്റേജിൽ റെസ്റ്റ് ചെയ്യും. അത് പ്യൂബേർട്ടി വരെ അത് അങ്ങനെ തന്നെ ഇരിക്കും. 5th to 7th മന്തിൽ പ്രൈമറി യൂസൈറ്റ് ആയതിനു ശേഷം ഈ പ്രൈമറി യൂസൈറ്റ് പ്രോഫേസിൽ കയറി അടുത്തത് പ്രോഫേസ് കംപ്ലീറ്റ് ചെയ്തു, അടുത്തത് ഡിപ്ലോട്ടീൻ ഫേസിൽ റെസ്റ്റ് ചെയ്യും. അത് പ്യൂബേർട്ടി വരെ അങ്ങനെ തന്നെ ഇരിക്കും. പ്യൂബേർട്ടി ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡറി യൂസൈറ്റും ഫസ്റ്റ് പോളാർ ബോഡിയും ഫോം ചെയ്യും. അത് അറ്റ് പ്യൂബേർട്ടിയാണ്. പ്യൂബേർട്ടിയിലാണ് സെക്കൻഡറി യൂസൈറ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡറി യൂസൈറ്റ് ഫോം ചെയ്താൽ അതടുത്തത് 2nd മിയോട്ടിക് ഡിവിഷനിൽ കയറും. പ്രോഫേസ് കംപ്ലീറ്റ് ചെയ്യും, മെറ്റാഫേസ് കംപ്ലീറ്റ് ചെയ്യും. മെറ്റാഫേസ് അറസ്റ്റിലിരിക്കും 24 hours വരെ. അറസ്റ്റിലിരിക്കുന്ന ഈ സെക്കൻഡറി യൂസൈറ്റ് ഓവം ഫോം ചെയ്യുന്നത് സ്പേം വന്നാൽ മാത്രമേ ഉള്ളൂ. സ്പേം വന്നു കഴിഞ്ഞാൽ 2nd മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്ത് ഓവവും പിന്നെ സെക്കൻഡ് പോളാർ ബോഡിയും ഫോം ചെയ്യും. സ്പേം വന്നില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. അടുത്തത് സ്പെർമറ്റോജെനസിസിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം പ്രൈമോഡിയൽ ജേം സെല്ല് ഗൊണാഡ്സിൽ എത്തുന്നത്, അതായത് ടെസ്റ്റിസിൽ എത്തുന്നത് 5th വീക്കിലാണ്. ഊജെനസിസിനെ പോലെയല്ല, ഇവിടെ പ്രൈമോഡിയൽ ജേം സെല്ല് അപ്പോഴ് സ്പെർമറ്റോഗോണിയം ആവില്ല. പ്രൈമോഡിയൽ ജേം സെല്ല് ടെസ്റ്റിസിൽ ഡോർമെൻ്റ് ആയിട്ട് തന്നെ ഇരിക്കും പ്യൂബേർട്ടി അറ്റൈൻ ചെയ്യുന്നത് വരെ. ആ കുട്ടി പ്യൂബേർട്ടി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പ്രൈമോഡിയൽ ജേം സെല്ലിൽ നിന്നും സ്പെർമറ്റോഗോണിയം ഫോം ചെയ്യും. ഈ സ്പെർമറ്റോഗോണിയം ഒരു 5 to 7 ഡിവിഷൻസ് നടത്തിയിട്ട് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആവും. പ്രൈമറി സ്പെർമറ്റോസൈറ്റ് മിയോസിസ് 1ൽ കയറും. മിയോസിസ് 1ൽ കയറിയിട്ട് 2 സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സ് ഉണ്ടാവും. ഈ 2 സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സും മിയോസിസ് 2ൽ കയറും. മിയോസിസ് 2ൽ കയറി ഓരോ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റും വീണ്ടും 2 സ്പെർമാറ്റിഡ് ഉണ്ടാക്കും. അതായത് 2 സെക്കൻഡറി സ്പെർമറ്റോസൈറ്റുകൾ മിയോസിസ് 2 കഴിയുമ്പോഴത്തേക്കും 4 സ്പെർമാറ്റിഡ്സ് ഉണ്ടാക്കും. ഈ സ്പെർമാറ്റിഡ്സ് കുറച്ച് ചേഞ്ചസ് ഒക്കെ നടത്തിയിട്ട് സ്പെർമറ്റോസോവ ഫോം ചെയ്യും. 4 സ്പെർമാറ്റിഡ്സിൽ നിന്നും 4 സ്പെർമറ്റോസോവ ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഈ നടത്തുന്ന ചേഞ്ചസിനെ പറയുന്ന പേരാണ് സ്പെർമിയോജെനസിസ്. അങ്ങനെ ഗമറ്റോജെനസിസ് നടന്നു. നെക്സ്റ്റ് നടക്കുന്നത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ആംപ്യുള്ളയിൽ വെച്ചിട്ടാണ്. ആംപ്യുള്ളയിൽ വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം സ്പേം സോണ പെല്ലൂസിഡയിൽ ബൈൻഡ് ചെയ്യുന്നു.
സ്പേമിൻ്റെ സോണ പെലോസിഡായിട്ട് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നെക്സ്റ്റ് ആക്രോസോമൽ റിയാക്ഷൻ നടക്കും. ആക്രോസോമൽ റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കുറേ ആക്രോസോമൽ എൻസൈംസ് റിലീസ്ഡ് ആയിട്ട് സ്പേമിനെ പെനിട്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെ സ്പേം പെനിട്രേറ്റഡ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് കോർട്ടിക്കൽ റിയാക്ഷനാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സോണ റിയാക്ഷൻ. ഇതിൻ്റെ ഫലമായിട്ട് പോളിസ്പേമിനെ പ്രിവെൻറ്റ് ചെയ്യും. അതായത് ഇത് നടന്നു കഴിയുമ്പോൾ പിന്നെ സോണ പെല്ലോസിഡ വീണ്ടും സ്പേമിന് ഇംപെർമിയബിൾ ആവും. പോളിസ്പേമിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്. ഓക്കെ, അത് കഴിഞ്ഞ് സൈഗോട്ട് ഫോർമേഷൻ നടക്കും. സൈഗോട്ട് ആദ്യം അത് 3 ക്ലീവേജ് നടക്കും സൈഗോട്ടിന്. ആദ്യത്തെ ക്ലീവേജ് കഴിയുമ്പം അതൊരു 2 സെൽഡ് സ്ട്രക്ചർ ആവും. പിന്നീട് സെക്കൻഡ് ക്ലീവേജ് കഴിയുമ്പോഴത്തേക്കും 4 സെൽഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ആവും. പിന്നെ തേർഡ് ക്ലീവേജ് കഴിയുമ്പം 8 സെൽഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ഫോം ചെയ്യും. ഈ 8 സെൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് 16 സെൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആവും. അതിൻ്റെ പേരാണ്, ഈ 16 സെൽഡ് സ്ട്രക്ചറിൻ്റെ പേരാണ് മോരുല. ഈ മോരുലയിൽ ക്യാവിറ്റേഷൻ ഉണ്ടാവും. അതായത് മോരുലയുടെ സെൽസിൻ്റെ ഉള്ളിൽ ക്യാവിറ്റി ഫോം ചെയ്യും. ആ ക്യാവിറ്റി ഫോം ചെയ്തതിന് ശേഷം ഉണ്ടാവുന്ന ആ ഒരു സ്ട്രക്ചറാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ബ്ലാസ്റ്റോസിസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഹാച്ചിങ് എന്ന് പറയും. അതായത് ഈ ഓവത്തിൽ ചുറ്റുമുള്ള സോണ പെല്ലോസിഡ ഉണ്ടല്ലോ, ആ സ്ട്രക്ചർ ഡിസപ്പിയർ ചെയ്യും. ഈ സോണ പെല്ലോസിഡ ഡിസപ്പിയർ ചെയ്യുന്ന പ്രോസസ്സാണ് ഹാച്ചിങ് എന്ന് പറയുന്നത്. ഹാച്ചിങ് നടന്നു കഴിഞ്ഞാൽ ബ്ലാസ്റ്റോസിസ്റ്റിന് ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റും. കാരണം സോണ പെല്ലോസിഡയാണ് ഇംപ്ലാന്റേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ ബ്ലാസ്റ്റോസിസ്റ്റാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ 16 സെൽഡ് ആയിട്ടുള്ള മോരുല ഡിഫറൻഷ്യേറ്റ് ചെയ്തൊരു 32 സെൽഡ് സ്ട്രക്ചർ ആവും. ആ 32 സെൽഡ് സ്റ്റേജിനെ നമ്മൾ അഡ്വാൻസ്ഡ് മോരുല എന്ന് പറയും. ഈ അഡ്വാൻസ്ഡ് മോരുലയാണ് യൂട്രൈൻ ക്യാവിറ്റി അകത്ത് കയറുന്നത്. യൂട്രൈൻ ക്യാവിറ്റി അകത്ത് കയറുന്നത് ഒരു ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞൊരു 4th ഡേയിലായിരിക്കും ഇത് യൂട്രൈൻ ക്യാവിറ്റിക്കകത്ത് കയറുന്നത്. യൂട്രസിനകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും എന്തോ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ യൂട്രൈൻ ഫ്ലൂയിഡ് എല്ലാം കൂടെ ഈ നമ്മുടെ അഡ്വാൻസ്ഡ് മോരുലയ്ക്കുള്ളിലേക്ക് കയറും. അങ്ങനെയാണ് ഈ ക്യാവിറ്റേഷനും ബ്ലാസ്റ്റോസിസ്റ്റ് ഫോർമേഷനും ഒക്കെ നടക്കുന്നത്. ഓക്കെ, ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഒരു സ്ട്രക്ചറാണിത്. ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലാസ്റ്റോസിസ്റ്റ് ഫോം ചെയ്യുന്നത് അഡ്വാൻസ്ഡ് മോരുലയ്ക്കകത്ത് യൂട്രൈൻ ഫ്ലൂയിഡിൻ്റെ എൻട്രി കാരണം ഒരു ക്യാവിറ്റി ഉണ്ടായി. അത് കാരണമാണ് ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ഫോം ചെയ്യുന്നത്. ഇതാണ് ക്യാവിറ്റി. ഇവിടെ യൂട്രൈൻ ഫ്ലൂയിഡ് കാണും. ഈ ക്യാവിറ്റിയുടെ പേര് ബ്ലാസ്റ്റോസിൽ നിന്നാണ്. ഓക്കെ, ഇങ്ങനെ ക്യാവിറ്റി ഉണ്ടാവുന്ന കാരണം ഈ അഡ്വാൻസ്ഡ് മോറുലയുടെ സെൽസൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. ഓക്കെ, ഒരു സൈഡിൽ ഒരു 5 സെൽസ് ഉണ്ടാവും. അതാണ് ഇന്നർ സെൽ മാസ് എന്ന് പറയുന്നത്. ബാക്കി സെൽസ് ഔട്ടർ സെൽ മാസ്. ഓക്കെ, ഇതിനെ ചുറ്റി ഇപ്പോഴും സോണ പെല്ലോസിഡ ഉണ്ട്. ഓക്കെ, അതായത് ബ്ലാസ്റ്റോസിസ്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് അതിന് 58 സെൽസ് ആയിരിക്കും ഉള്ളത്. ഒരു 5 സെൽസ് ഇന്നർ സെൽ മാസും ബാക്കി 53 എന്ന് പറയുന്നത് ഔട്ടർ സെൽ മാസും ആയിരിക്കും. ഇതെല്ലാം നമ്മൾ കറക്റ്റ് ടൈമിൽ പറയുകയാണെങ്കിൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ഫസ്റ്റ് ഡേയിൽ ഇത് 2 സെൽഡ് സ്റ്റേജിലോട്ട് പോകും. 3rd ഡേ ആകുമ്പോഴത്തേക്കും അത് 8 to 16 സെൽഡ് മോരുല സ്റ്റേജിലേക്ക് പോകും. 4th ഡേയിലാണ് അത് അഡ്വാൻസ്ഡ് മോറുല ആവുന്നത്. അത് അഡ്വാൻസ്ഡ് മോറുലയായിട്ട് യൂട്രസിൻ്റെ അകത്ത് കയറി ഫ്ലൂയിഡൊക്കെ ഉള്ളിലേക്ക് കയറി ക്യാവിറ്റി ഫോം ചെയ്ത് ബ്ലാസ്റ്റോസിസ്റ്റ് ആവുന്നത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് 4.5 days കഴിയുമ്പോഴായിരിക്കും. ഓക്കെ, ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന് ഇംപ്ലാന്റേഷൻ നടത്തണം. ഇംപ്ലാന്റേഷൻ സോണ പെല്ലോസിഡ ഇപ്പോഴും ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ചുറ്റിലുമുണ്ട്. സോണ പെല്ലോസിഡ ഉള്ളതുകൊണ്ട് ഇംപ്ലാന്റേഷനെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ സോണ പെല്ലോസിഡ പോകണം. അങ്ങനെ സോണ പെല്ലോസിഡ ഡിസപ്പിയർ ആവുന്നു അടുത്ത സ്റ്റേജിൽ. അത് 5th ഡേയിലാണ് സോണ പെല്ലോസിഡ പോകുന്നത്. സോണ പെല്ലോസിഡ പോയി കഴിയുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇംപ്ലാന്റ് ചെയ്യാം. ആ ഇംപ്ലാന്റേഷൻ നടക്കുന്നത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് 6th to 7th ഡേയിലാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. ഓക്കെ, ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ അടുത്ത എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റിൽ ഔട്ടർ സെൽമാസും ഇന്നർ സെൽമാസും ഉണ്ടല്ലോ. ഇതിൽ ഔട്ടർ സെൽമാസ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് സിൻസീഷ്യ ട്രോഫോബ്ലാസ്റ്റും സൈറ്റോട്രോഫോബ്ലാസ്റ്റും ഉണ്ടാവുന്നു. ഔട്ടർ സെൽമാസാണ് ട്രോഫോബ്ലാസ്റ്റ് ഫോം ചെയ്യുന്നത്. ട്രോഫോബ്ലാസ്റ്റ് എന്ന് വെച്ചാൽ ഫ്യൂച്ചർ പ്ലാസൻറ്റയാണ്. അത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഔട്ടർ സിൻസീഷ്യ ട്രോഫോബ്ലാസ്റ്റും ഇന്നർ സൈറ്റോട്രോഫോബ്ലാസ്റ്റ് ഉണ്ടാവുന്നു. അതുപോലെ ഇന്നർ സെൽമാസ്, അതായത് എംബ്രിയോബ്ലാസ്റ്റ്, നമ്മുടെ എംബ്രിയോ ഫോം ചെയ്യുന്ന ഇന്നർ സെൽമാസ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എപ്പിബ്ലാസ്റ്റും ഹൈപ്പോബ്ലാസ്റ്റും ഉണ്ടാകുന്നു. എപ്പിബ്ലാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കൊളുംനാർ സെൽസാണ്. എംബ്രിയോൻ്റെ ഡോഴ്സൽ സൈഡിലായിരിക്കും അത് ഫോം ചെയ്യുന്നത്. പിന്നീട് ഈ കൊളുംനാർ സെൽസ്
നമ്മുടെ സൈറ്റോട്രോഫോബ്ലാസ്റ്റിൻ്റെ ആ ഒരു ചുറ്റും വളർന്ന് ഒരു ക്യാവിറ്റീനെ എൻക്ലോസ് ചെയ്യും. ആ ക്യാവിറ്റിയാണ് ആംനിയോട്ടിക് ക്യാവിറ്റി. അതായത് എപ്പിബ്ലാസ്റ്റ് ആംനിയോട്ടിക് ക്യാവിറ്റീനെ ഫ്യൂച്ചറിൽ എൻക്ലോസ് ചെയ്യും. അതേപോലെ ഹൈപ്പോബ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ക്യൂബോയിഡൽ സെൽസ് ആയിരിക്കും. അത് എംബ്രിയോൻ്റെ വെൻട്രൽ സൈഡിലായിരിക്കും ഫോം ചെയ്യുന്നത്. ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം എപ്പിബ്ലാസ്റ്റ് സെൽസ് ആംനിയോട്ടിക് ക്യാവിറ്റീനെ എൻക്ലോസ് ചെയ്യുന്നത് പോലെ ഹൈപ്പോബ്ലാസ്റ്റിക് സെൽസ് പ്രൈമറി യോക്ക് സാക്കിനെ എൻക്ലോസ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ 8th ഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും ട്രോഫോബ്ലാസ്റ്റ് സിൻസീഷ്യ ട്രോഫോബ്ലാസ്റ്റും സൈറ്റോട്രോഫോബ്ലാസ്റ്റുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് എന്തോ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ സൈറ്റോട്രോഫോബ്ലാസ്റ്റിനുള്ളിൽ കുറേ ലാക്യുനേസ് ഫോം ചെയ്യും. ഈ സിൻസീഷ്യ ട്രോഫോബ്ലാസ്റ്റ് എൻഡോമെട്രിയത്തിനെ ഇറോഡ് ചെയ്ത് എൻഡോമെട്രിയത്തിൽ ഇങ്ങനെ ഇംപ്ലാന്റ് ചെയ്ത് പോവും. ഇറോഡ് ചെയ്ത് പോവും. അങ്ങനെ ഇറോഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ ലാക്യുനേസിലെല്ലാം ബ്ലഡ് ഫിൽ ചെയ്യും. ഈ ബ്ലഡ് ഡിഫ്യൂഷൻ വഴി ഇന്നർ സെൽമാസിലേക്ക് പോകും. അത് ഇന്നർ സെൽമാസ് ആണല്ലോ എംബ്രിയോ ഫോം ചെയ്യുന്നത്. അങ്ങനെ എംബ്രിയോയ്ക്ക് ബ്ലഡ് കിട്ടും. അതായത് ഈ തുടക്കത്തിൽ, അതായത് എംബ്രിയോൻ്റെ ഫസ്റ്റ് സ്റ്റേജസിൽ ഈ ഒരു ഡിഫ്യൂഷൻ വഴിയാണ് ബ്ലഡ് കിട്ടുന്നത്. ഇതിനെയാണ് നമ്മൾ യൂട്രോപ്ലാസെൻ്റൽ സർക്കുലേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഒരു 12 to 14 ഡേയ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും യൂട്രോപ്ലാസെൻ്റൽ കാരണം ഈ യൂട്രോപ്ലാസെൻ്റൽ സർക്കുലേഷൻ കൊണ്ട് മാത്രം എംബ്രിയോയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടൊരു 12 to 14 ഡേയ്സ് ആകുമ്പോഴത്തേക്കും യൂട്രോപ്ലാസെൻ്റൽ സർക്കുലേഷൻ ചേഞ്ച് ചെയ്ത് ഫീറ്റോപ്ലാസെൻ്റൽ സർക്കുലേഷനായിട്ട് മാറും. അതായത് ഫീറ്റോപ്ലാസെൻ്റൽ സർക്കുലേഷൻ എന്ന് പറയുമ്പം എംബ്രിയോയ്ക്കകത്ത് തന്നെ ഹാർട്ട് ട്യൂബ് ഫോം ചെയ്തിട്ട് ആ ഹാർട്ട് ട്യൂബ് എംബ്രിയോയുടെ റിക്വയർമെൻറ്റ്സിനെ ഫുൾഫിൽ ചെയ്യുന്നു. അതാണ് ഫീറ്റോപ്ലാസെൻ്റൽ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഈ ഫീറ്റോപ്ലാസെൻ്റൽ സർക്കുലേഷൻ ഈ യൂട്രോപ്ലാസെൻ്റൽ സർക്കുലേഷനെ ഫീറ്റോപ്ലാസെൻ്റൽ സർക്കുലേഷൻ റീപ്ലേസ് ചെയ്യുന്നത് ഒരു 17 to 22 ഡേയ്സിലായിരിക്കും. അടുത്തതായിട്ട് എക്സ്ട്രാ എംബ്രിയോണിക് മീസോഡേമിൻ്റെ ഫോർമേഷനാണ്. ഇത് നമ്മുടെ എംബ്രിയോബ്ലാസ്റ്റ്, അതായത് ഇന്നർ സെൽമാസ്. ഇത് സൈറ്റോട്രോഫോബ്ലാസ്റ്റ്, ഇത് സിൻസീഷ്യ ട്രോഫോബ്ലാസ്റ്റ്. ഈ സൈറ്റോട്രോഫോബ്ലാസ്റ്റിനും ഇന്നർ സെൽമാസിനും ഇടയ്ക്കായിട്ട് എക്സ്ട്രാ എംബ്രിയോണിക് മീസോഡേം ഫോം ചെയ്യും. ഈ എക്സ്ട്രാ എംബ്രിയോണിക് മീസോഡേമിൽ ക്യാവിറ്റീസ് ഉണ്ടാവും. ആ ക്യാവിറ്റീസ് ജോയിൻ ചെയ്തിട്ട് ഒരു എക്സ്ട്രാ എംബ്രിയോണിക് സീലോം ഫോം ചെയ്യും. അതായത് കോറിയോണിക് ക്യാവിറ്റി എന്നാണ് അതിനെ പറയുന്നത്. അങ്ങനെ ഒരു ക്യാവിറ്റി ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എംബ്രിയോൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ ഇരിക്കും. അതായത് ഈ ബ്ലൂ കളറിൽ ഉണ്ടായിരുന്നത് എക്സ്ട്രാ എംബ്രിയോണിക് മീസോഡേമാണ്. അതിൽ ക്യാവിറ്റീസ് ഉണ്ടായതിന് ശേഷം ക്യാവിറ്റിയുടെ പേര് എക്സ്ട്രാ എംബ്രിയോണിക് സീലോം. അതുണ്ടായതിന് ശേഷം എക്സ്ട്രാ എംബ്രിയോണിക് മീസോഡേം രണ്ടായിട്ട് ഡിവൈഡഡ് ആവും. ഈ ക്യാവിറ്റി നമ്മുടെ മീസോഡേമിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എക്സ്ട്രാ എംബ്രിയോണിക് സ്പ്ലാങ്നോപ്ലൂറിക് മീസോഡേമും എക്സ്ട്രാ എംബ്രിയോണിക് സൊമാറ്റോപ്ലൂറിക് മീസോഡേമും. ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ അറിയാം. ഇത് കാണുന്നില്ലേ? ഇതാണ് എക്സ്ട്രാ എംബ്രിയോണിക് സൊമാറ്റോപ്ലൂറിക് മീസോഡേം. അത് ആംനിയോട്ടിക് ക്യാവിറ്റീനെയും സൈറ്റോട്രോഫോബ്ലാസ്റ്റിനെയും ലൈൻ ചെയ്ത് കാണുന്നതാണ് എക്സ്ട്രാ എംബ്രിയോണിക് സൊമാറ്റോപ്ലൂറിക് മീസോഡേം. അടുത്തത് എക്സ്ട്രാ എംബ്രിയോണിക് സ്പ്ലാങ്നോപ്ലൂറിക് മീസോഡേമാണ്. അത് ഈ പിങ്ക് കളറിൽ കാണുന്നത്. അത് യോക്ക് സാക്കിനെ ലൈൻ ചെയ്ത് കാണുന്നതാണ് എക്സ്ട്രാ എംബ്രിയോണിക് സ്പ്ലാങ്നോപ്ലൂറിക് മീസോഡേം. ഈ എക്സ്ട്രാ എംബ്രിയോണിക് സ്പ്ലാങ്നോപ്ലൂറിക് മീസോഡേം നമ്മുടെ പ്രൈമറി യോക്ക് സാക്കിനെ ലൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് പ്രൈമറി യോക്ക് സാക്കിൻ്റെ സൈസ് കുറയും. അപ്പം ഈ മീസോഡേം ലൈൻ ചെയ്തതിന് ശേഷം ഈ യോക്ക് സാക്കിനെ നമ്മൾ സെക്കൻഡറി യോക്ക് സാക്ക് എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എക്സ്ട്രാ എംബ്രിയോണിക് സീലോം എക്സ്ട്രാ എംബ്രിയോണിക് മീസോഡേമിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ആംനിയോണിൻ്റെ ഒരു ഭാഗത്ത് അത് ഫ്യൂസ്ഡ് ആണ്. അതായത് അൺഡിവൈഡഡ് പോർഷൻ ഓഫ് എക്സ്ട്രാ എംബ്രിയോണിക് മീസോഡേം. അതാണ് കണക്റ്റിംഗ് സ്റ്റോക്കായിട്ട് മാറുന്നത്. അതാണ് ഫ്യൂച്ചർ അംബിലിക്കൽ കോഡ്. ഈ ഒരു അൺഡിവൈഡഡ് പോർഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇന്നർ സെൽമാസ്, ഇത് സൈറ്റോട്രോഫോബ്ലാസ്റ്റ്, ഇത് സിൻസീഷ്യ ട്രോഫോബ്ലാസ്റ്റ്, ഇത് എക്സ്ട്രാ എംബ്രിയോണിക് മീസോഡേം. സൈറ്റോട്രോഫോബ്ലാസ്റ്റിൽ നിന്നും ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് സിൻസീഷ്യ ട്രോഫോബ്ലാസ്റ്റിലേക്ക് പോകും.
ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെ പറയുന്ന പേരാണ് പ്രൈമറി കോറിയോണിക് വില്ലൈ. ഈ പ്രൈമറി കോറിയോണിക് വില്ലയിലേക്ക് എക്സ്ട്രാ എംബ്രിയോണിക് മീസോഡേം ഇൻവേർഡ് ചെയ്യും. അങ്ങനെ ഇൻവേർഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സെക്കൻഡറി കോറിയോണിക് വില്ല എന്നാണ് പറയുന്നത്. അതായത് പ്രൈമറി കോറിയോണിക് വില്ലയിലുള്ളത് സൈറ്റോട്രോഫോബ്ലാസ്റ്റും സിൻസീഷ്യ ട്രോഫോബ്ലാസ്റ്റും ആയിരിക്കും. ഇത് പ്രൈമറി കോറിയോണിക് വില്ലയിലുള്ളത്. അതിലേക്ക് മീസോഡേം, എക്സ്ട്രാ എംബ്രിയോണിക് മീസോഡേം കൂടെ ഇൻവേർഡ് ചെയ്യുമ്പോഴാണ് സെക്കൻഡറി കോറിയോണിക് വില്ല എന്ന് പറയുന്നത്. അതായത് സെക്കൻഡറി കോറിയോണിക് വില്ലയിലുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സൈറ്റോട്രോഫോബ്ലാസ്റ്റ്, സിൻസീഷ്യ ട്രോഫോബ്ലാസ്റ്റ്, എക്സ്ട്രാ എംബ്രിയോണിക് മീസോഡേം, ഇത് മൂന്നും ഉണ്ട്. അപ്പോൾ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് അതിനുശേഷം ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളും നടക്കുന്നത് സെക്കൻഡ് വീക്കിലാണ്. ഒരു ബൈലാമിനാർ ജേം ഡിസ്ക് ഫോം ചെയ്യുന്നത് സെക്കൻഡ് വീക്കിൻ്റെ അവസാനമായിരിക്കും. അതായത് ഞാൻ പറഞ്ഞു ഇന്നർ സെൽമാസ് എപ്പിബ്ലാസ്റ്റും ഹൈപ്പോബ്ലാസ്റ്റും ആവുന്നത് പറഞ്ഞു. പിന്നീട് ഔട്ടർ സെൽമാസ് ട്രോഫോബ്ലാസ്റ്റ് ഉണ്ടാക്കുന്നു. അത് സൈറ്റോട്രോഫോബ്ലാസ്റ്റും സിൻസീഷ്യ ട്രോഫോബ്ലാസ്റ്റും ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. പിന്നെ എക്സ്ട്രാ എംബ്രിയോണിക് മീസോഡേം ഫോം ചെയ്യുന്നത് പറഞ്ഞു. എക്സ്ട്രാ എംബ്രിയോണിക് സീലോം ഉണ്ടാവുന്നത് പറഞ്ഞു. പിന്നെ ആംനിയോൺ ഫോം ചെയ്യുന്നത്, കോറിയോൺ ഫോം ചെയ്യുന്നത്, ആംനിയോട്ടിക് സാക്കും യോക്ക് സാക്കും ഫോം ചെയ്യുന്നത്, പിന്നീട് പ്രൈമറി യോക്ക് സാക്ക് സെക്കൻഡറി യോക്ക് സാക്കായിട്ട് മാറുന്നത്, ഇതെല്ലാം നടക്കുന്നത് സെക്കൻഡ് വീക്കിലാണ്. അടുത്തത് ഇനി തേർഡ് വീക്കിൽ ഡെവലപ്മെൻറ്റ് പറയാം. തേർഡ് വീക്കിൽ മെയിനായിട്ടും 2 കാര്യങ്ങളാണ് നടക്കുന്നത്, ഗ്യാസ്ട്രുലേഷനും ന്യൂറുലേഷനും. ഗ്യാസ്ട്രുലേഷൻ എന്ന് പറയുന്നത് ജേം ലേസ് ഫോം ചെയ്യുന്നതിനെയാണ് ഗ്യാസ്ട്രുലേഷൻ എന്ന് പറയുന്നത്. അതേപോലെ ന്യൂറുലേഷൻ എന്ന് പറയുന്നത് ന്യൂറൽ ട്യൂബിൻ്റെ ഫോമേഷനെയാണ് ന്യൂറുലേഷൻ പറയുന്നത്. അപ്പം തേർഡ് വീക്കിൽ നടക്കുന്ന മെയിൻ 2 സ്റ്റെപ്സാണ് ഗ്യാസ്ട്രുലേഷനും ന്യൂറുലേഷനും. നമുക്കറിയാം എപ്പിബ്ലാസ്റ്റും ഹൈപ്പോബ്ലാസ്റ്റും. എപ്പിബ്ലാസ്റ്റ് എന്ന് പറയുന്നത് കൊളുംനാർ സെൽസും ഹൈപ്പോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ക്യൂബോയിഡൽ സെൽസുമാണ്. ഈ ക്യൂബോയിഡൽ സെൽസ് ഒരു സൈഡിൽ കൊളുംനാർ ആവും. അങ്ങനെ കൊളുംനാർ ആവുന്ന ആ ഒരു പോർഷനെ പറയുന്ന പേരാണ് പ്രോക്കോഡൽ പ്ലേറ്റ്. ഈ പ്രോക്കോഡൽ പ്ലേറ്റ് ആണ് ഭാവിയിൽ ബക്കോഫെറിഞ്ചൽ മെംബ്രെയിനും പിന്നീട് ഓറൽ ക്യാവിറ്റിയും ഫോം ചെയ്യുന്നത്. ഈ ഹൈപ്പോബ്ലാസ്റ്റ് സെൽസ് കൊളുംനാർ ആവുന്ന ഈ എൻഡാണ് ക്രേനിയൽ എൻഡ്, എംബ്രിയോയുടെ ക്രേനിയൽ എൻഡ് എന്ന് പറയുന്നത്. അതേപോലെ എപ്പിബ്ലാസ്റ്റ് സെൽസ് ഒരു സൈഡിൽ പ്രോളിഫറേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പ്രോളിഫറേറ്റ് ചെയ്യുന്ന ആ എൻഡാണ് പ്രിമിറ്റീവ് സ്ട്രീക്ക്. അതായത് പ്രോക്കോഡൽ പ്ലേറ്റ് ഉണ്ടായ ആ സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും കൊളുംനാർ സെൽസ് പ്രോളിഫറേറ്റ് ചെയ്ത് പ്രിമിറ്റീവ് സ്ട്രീക്ക് ഫോം ചെയ്യുന്നത്. അതാണ് എംബ്രിയോയുടെ കോഡൽ എൻഡ്. പ്രിമിറ്റീവ് സ്ട്രീക്ക് ഇൻഡിക്കേറ്റ്സ് ദ ബിഗിനിങ് ഓഫ് ഗ്യാസ്ട്രുലേഷൻ എന്നാണ് പറയുന്നത്. അതായത് എല്ലാ ജേം ലേയേഴ്സും ഫോം ചെയ്യുന്നത് പ്രിമിറ്റീവ് സ്ട്രീക്കിൽ നിന്നാണ്. ഓക്കെ, അപ്പം ജേം ലേയേഴ്സിൻ്റെ ഫോമേഷനെ കുറിച്ച് പറയാം. അതായത് ഗ്യാസ്ട്രുലേഷൻ, അതായത് എക്ടോഡേം, എൻഡോഡേം, മീസോഡേം. അപ്പോൾ ഫസ്റ്റ് ജേം ലെയർ ആദ്യം ഫോം ചെയ്യുന്നത് എൻഡോഡേം ആയിരിക്കും. അത് കഴിഞ്ഞ് മീസോഡേം, ഏറ്റവും അവസാനമായിരിക്കും എക്ടോഡേം ഫോം ചെയ്യുന്നത്. അതായത് എപ്പിബ്ലാസ്റ്റ് സെൽസ് നൗ ഗെറ്റ്സ് ഡിറ്റാച്ച്ഡ് ആൻഡ് എൻറ്റർ ഇൻ ടു ബ്ലാസ്റ്റോപോർ ആൻഡ് ബിക്കംസ് മോഡിഫൈഡ്. അതായത് ഈ ബ്ലാസ്റ്റോപോർ എന്ന് വെച്ചാൽ നമ്മുടെ പ്രിമിറ്റീവ് സ്ട്രീക്ക് ഉണ്ടല്ലോ, പ്രിമിറ്റീവ് സ്ട്രീക്കിൻ്റെ ഒരു പ്രിമിറ്റീവ് നോട്ടുണ്ട്. അതായത് ഒരു റൗണ്ടഡ് ആൻറ്റീരിയർ എൻഡ് ഓഫ് ദിസ് പ്രിമിറ്റീവ് സ്ട്രീക്ക് ഈസ് കോൾഡ് എസ് പ്രിമിറ്റീവ് നോട്ട്. റൗണ്ടഡ് ആൻറ്റീരിയർ എൻഡ് ഓഫ് പ്രിമിറ്റീവ് സ്ട്രീക്ക് ഈസ് കോൾഡ് എസ് പ്രിമിറ്റീവ് നോട്ട്. ഈ പ്രിമിറ്റീവ് നോട്ടിൽ ഒരു ഡിപ്രഷൻ ഉണ്ട്. ആ ഡിപ്രഷൻ്റെ പേരാണ് ബ്ലാസ്റ്റോപോർ അല്ലെങ്കിൽ പ്രിമിറ്റീവ് പിറ്റ് എന്ന് പറയുന്നത്. എൻഡോഡേം ഫോം ചെയ്യാൻ പോകുന്ന എപ്പിബ്ലാസ്റ്റ് സെൽസ് ആദ്യം മോഡിഫൈഡ് ആവും. മോഡിഫൈഡ് ആയതിന് ശേഷം അത് എൻഡോഡേം ഫോം ചെയ്യും. അപ്പോൾ അത് ഹൈപ്പോബ്ലാസ്റ്റ് സെൽസിനെ അങ്ങ് കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യും. അപ്പം എൻഡോഡേം ഫോം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഹൈപ്പോബ്ലാസ്റ്റ് സെൽസ് ഇല്ല. എപ്പിബ്ലാസ്റ്റ് സെൽസാണ് എൻഡോഡേം ഫോം ചെയ്യുന്നത്. ഫോം ചെയ്യുന്ന എൻഡോഡേം ഹൈപ്പോബ്ലാസ്റ്റിനെ റീപ്ലേസ് ചെയ്യും, കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യും. അങ്ങനെ ഒരു പുതിയ ലെയർ ഫോം ചെയ്തു എൻഡോഡേം. അതായത് ആദ്യമായിട്ട് ഫോം ചെയ്യുന്നത് എൻഡോഡേം ആണ്. അടുത്തത് എൻഡോഡേം തന്നെ ഇൻട്രാ എംബ്രിയോണിക് മീസോഡേമിനെ ഫോം ചെയ്യും. രണ്ടാമത് ഫോം ചെയ്യപ്പെടുന്ന ലെയറാണ് മീസോഡേം. അതും ഫോം ചെയ്യുന്നത് എപ്പിബ്ലാസ്റ്റ് സെൽസ് തന്നെയാണ്. ഏറ്റവും അവസാനം എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ എപ്പിബ്ലാസ്റ്റ് സെൽസ് സ്വന്തമായിട്ട് തന്നെ അങ്ങ് റീപ്ലേസ്ഡ് ആയിട്ട് എക്ടോഡേം ഫോം ചെയ്യും. അതായത് എക്ടോഡേം ഫോം ചെയ്യുന്നതും എപ്പിബ്ലാസ്റ്റ് തന്നെയാണ്.
എൻഡോഡേം ഫോം ചെയ്യുന്നതും എപ്പിബ്ലാസ്റ്റ് തന്നെയാണ്. എക്ടോഡേം ഫോം ചെയ്യുന്നതും ഇതേ എപ്പിബ്ലാസ്റ്റ് തന്നെയാണ്. എക്ടോഡേം ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് എപ്പിബ്ലാസ്റ്റും റീപ്ലേസ്ഡ് ആവും. സെൽസ് ഇൻട്രാ എംബ്രിയോണിക് മീസോഡേം ഫോം ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന എപ്പിബ്ലാസ്റ്റ് സെൽസുകളാണ് എക്ടോഡേം ഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ജേം ലെയേഴ്സ് എല്ലാം ഫോം ചെയ്യുന്നത് എപ്പിബ്ലാസ്റ്റിൽ നിന്നാണ്. ഫസ്റ്റ് ഫോംഡ് ലെയർ എൻഡോഡേം ആണ്. ലാസ്റ്റ് ഫോം ചെയ്യുന്നത് എക്ടോഡേമും. ഇതെല്ലാം ഫോം ചെയ്യുന്നത് എപ്പിബ്ലാസ്റ്റ് എന്ന് തന്നെയാണ്. ട്രാൻസ്ലേഷൻ കംപ്ലീറ്റഡ് ആയി. ഇത് നമ്മുടെ എംബ്രിയോയുടെ മിഡ് ലൈൻ സ്ട്രക്ചേഴ്സ്. പ്രിമിറ്റീവ് സ്ട്രീക്ക്, പ്രോക്കോഡൽ പ്ലേറ്റ്. പ്രിമിറ്റീവ് സ്ട്രീക്കിൻ്റെയും പ്രോക്കോഡൽ പ്ലേറ്റിൻ്റെയും ഇടയ്ക്ക് ഒരു മിഡ് ലൈൻ മീസോഡേം സ്ട്രക്ചർ ഫോം ചെയ്യും. അത് പ്രിമിറ്റീവ് സ്ട്രീക്കിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് നോട്ടോകോഡൽ പ്രോസസ്സ്. ഈ നോട്ടോകോഡൽ പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രിമിറ്റീവ് സ്ട്രീക്കിൽ നിന്നുണ്ടാവുന്നു. ഇത് ശരിക്കും ന്യൂറൽ ട്യൂബിൻ്റെ ഫോമേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നൊരു സാധനമാണ് നോട്ടോകോഡൽ പ്രോസസ്സ്. പക്ഷേ നോട്ടോകോഡ് ആസച്ച് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കുന്നില്ല ഒരു അഡൾട്ട് ഹ്യൂമൻ ബീയിങ്ങിൽ. അതിൻ്റെ ഫേറ്റ് എന്ന് വെച്ചാൽ അത് ഡിസപ്പിയർ ചെയ്യുന്നു. ഇതിൻ്റെ ന്യൂറൽ ട്യൂബിൻ്റെ ഫോമേഷനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അതങ്ങ് ഡിസപ്പിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു റെമനൻ്റ് നമ്മുടെ ശരീരത്തുള്ളത് ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്കിലുള്ള ന്യൂക്ലിയസ് പൾപ്പോസസ് ആണ്. പിന്നെ എപ്പിക്കൽ ലിഗമെൻ്റ് ഓഫ് ഡെൻസും ഈ നോട്ടോകോഡിൻ്റെ ഒരു റെമനൻ്റ് ആണെന്ന് പറയപ്പെടുന്നു. ഓക്കെ, ഇത് നോട്ടോകോഡ് derived from primitive streak stimulates the formation of neural tube. അതിൻ്റെ ഫേറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഡിസപ്പിയേഴ്സ്. പിന്നെ അതിൻ്റെ റെമനൻസ് ആണ് ന്യൂക്ലിയസ് പൾപ്പോസസ് ഓഫ് ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്കും എപ്പൈക്കൽ ലിഗമെൻ്റ് ഓഫ് ഡെൻസും. പിന്നെ എങ്ങാനും ഈ നോട്ടോകോഡ് പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരു കൺജനൈറ്റലായിട്ടൊരു ട്യൂമർ ഉണ്ടാവും. അതിൻ്റെ പേരാണ് കോഡോമ എന്ന് പറയുന്നത്. നോട്ടോകോഡ് ഫോം ചെയ്തു. ഇനി ഇൻട്രാ എംബ്രിയോണിക് മീസോഡേമിൻ്റെ 3 പാർട്സ് ഏതൊക്കെയാണെന്ന് പറയാം. ഓക്കെ, ഈ പിങ്ക് കളറിലതാണ് നമ്മുടെ നോട്ടോകോഡ്. ഇത് ബാക്കോഫറിഞ്ചൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്രോക്കോഡൽ പ്ലേറ്റ്. ഇത് പ്രിമിറ്റീവ് സ്ട്രീക്ക്. ഈ പിങ്ക് കളറിലുള്ളത് നോട്ടോകോഡ്. നോട്ടോകോഡിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്നത് പരാക്സിയൽ മീസോഡം, അതായത് ആക്സിസ്, അതായത് പാരാ ആക്സിൽ സെൻറ്ററിന് അടുത്ത് നിൽക്കുന്നതാണ് പരാക്സിയൽ മീസോഡം. നെക്സ്റ്റ് ലാറ്ററൽ പ്ലേറ്റ് മീസോഡം, അതായത് ഏറ്റവും ലാറ്ററലി കാണുന്നത് ലാറ്ററൽ പ്ലേറ്റ് മീസോഡം. ഇൻ ബിറ്റ്വീൻ ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ളത് ഇൻ്റർമീഡിയറ്റ് പ്ലേറ്റ് മീസോഡം. അപ്പം പാരാക്സിയൽ മീസോഡം, ഇൻ്റർമീഡിയറ്റ് പ്ലേറ്റ് മീസോഡം, ലാറ്ററൽ പ്ലേറ്റ് മീസോഡം. പാരാക്സിയൽ മീസോഡം എന്നാണ് സോമൈറ്റ്സ് ഫോം ചെയ്യുന്നത്. സോമൈറ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പറയാം. അടുത്തത് ഇൻ്റർമീഡിയറ്റ് മീസോഡമിൽ നിന്ന് ജെനൈറ്റോ യൂറിനറി സിസ്റ്റം ഡെവലപ്പ് ചെയ്യും. പിന്നെ ലാറ്ററൽ പ്ലേറ്റ് മീസോഡമിന് എന്താ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ, ഓക്കെ, ഈ ലാറ്ററൽ പ്ലേറ്റ് മീസോഡമിൽ ക്യാവിറ്റീസ് ഫോം ചെയ്യും. ക്യാവിറ്റീസ് ഉണ്ടാകുമ്പോഴത്തേക്കും ലാറ്ററൽ മീസോഡമിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ആ ക്യാവിറ്റി സ്പ്ലാങ്നോപ്ലൂറിക് ലെയറും സൊമാറ്റോപ്ലൂറിക് ലെയറും. ഓക്കെ, ഈ ക്യാവിറ്റിയാണ് നമ്മുടെ എല്ലാ ബോഡി ക്യാവിറ്റിയും ഫോം ചെയ്യുന്നത്. ഈ ക്യാവിറ്റിയാണ്. അപ്പോൾ ഈ ലെയേഴ്സ് എന്തൊക്കെയാണ് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, സ്പ്ലാങ്നോപ്ലൂറിക് ലെയർ ഫോം ചെയ്യുന്നത് കാർഡിയാക് മസിൽ, സ്മൂത്ത് മസിൽ, നമ്മുടെ ഈ ബോഡി ക്യാവിറ്റീസിൻ്റെയൊക്കെ വിസറൽ ലെയർ. അതായത് ഇപ്പോൾ പ്ലൂറൽ ക്യാവിറ്റിയുടെ ആണെങ്കിൽ വിസറൽ പ്ലൂറ, പെരിക്കാർഡിയൽ ക്യാവിറ്റിയുടെ ആണെങ്കിൽ വിസറൽ പെരിക്കാർഡിയം, അങ്ങനെ. പിന്നെ സൊമാറ്റോപ്ലൂറിക് ലെയർ അല്ലെങ്കിൽ പെറൈറ്റൽ ലെയർ ഫോം ചെയ്യുന്നത് അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ ആയിരിക്കും. അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അപ്പർ ലിംബ് ബോൺസും ലോവർ ലിംബ് ബോൺസും. അടുത്തത് ഈ ബോഡി ക്യാവിറ്റീസിൻ്റെയൊക്കെ സൊമാറ്റിക് ലെയർ, അതായത് ഫോർ എക്സാമ്പിൾ പ്ലൂറയുടെ ആണെങ്കിൽ പെറൈറ്റൽ പ്ലൂറ, പെരിക്കാർഡിയത്തിൻ്റെ ആണെങ്കിൽ പെറൈറ്റൽ പെരിക്കാർഡിയം, അങ്ങനെ സൊമാറ്റിക് ലെയേഴ്സ് ഓഫ് ബോഡി ക്യാവിറ്റീസ് ഫോം ചെയ്യുന്നത് സൊമാറ്റോപ്ലൂറിക് ലെയർ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്കിനി സോമൈറ്റ്സിനെ കുറിച്ച് പറയാം. സോമൈറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 37 പെയർസ് ഉണ്ട്. ഫസ്റ്റ് പെയർ ഉണ്ടാവുന്നത് 20th ഡേയിലാണ്. അതായത് ഓക്സിപിറ്റൽ സോമൈറ്റ്സ് ആയിരിക്കും 20th ഡേയിൽ ഉണ്ടാവുന്നത്. ഈ 20th ഡേ കഴിഞ്ഞ് ഓരോ ദിവസവും 3 പെയർസ് കൂടുതലുണ്ടാവും. അത് ഉണ്ടാവുന്നത് ഒരു ക്രേനിയോ കോഡൽ സീക്വൻസിലാണ്. ആദ്യം ഓക്സിപിറ്റൽ സോമൈറ്റ്സ്, പിന്നെ സെർവൈക്കൽ, പിന്നെ തൊറാസിക്, പിന്നെ ലംബാർ, അങ്ങനെ ക്രേനിയോ കോഡൽ സീക്വൻസിലായിരിക്കും സോമൈറ്റ്സ് ആഡ് ചെയ്യപ്പെടുന്നത്.
അങ്ങനെ ആഡ് ചെയ്യപ്പെടുമ്പോൾ 35th ഡേ, അതായത് 5th വീക്ക് കഴിയുമ്പോഴത്തേക്കും ഒരു 45 പെയർസ് ഓഫ് സോമൈറ്റ്സ് ഉണ്ടാവും. പക്ഷേ മൊത്തത്തിൽ 37 പെയർസേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ 5th വീക്ക് കഴിയുമ്പോഴത്തേക്കും ഓക്സിപിറ്റൽ റീജിയനിൽ നിന്നും കോക്സീജിയൽ റീജിയനിൽ നിന്നും കുറച്ച് സോമൈറ്റ്സ് ഡിസപ്പിയർ ആവും. അങ്ങനെ മൊത്തത്തിൽ 37 പെയർസ് ഉണ്ടാവും. സോമൈറ്റ്സ് അപ്പോൾ 37 പെയർസാണ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ഒരു പെയർ ഓഫ് സോമൈറ്റ്സിനെ എടുത്തിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നോട്ടോകോഡിൻ്റെ സൈഡിലുള്ളത് പരാക്സിയൽ മീസോഡേം, ഇത് എക്ടോഡേം, എൻഡോഡേം. അപ്പോൾ ന്യൂറൽ ട്യൂബും ഫോം ചെയ്യുന്നുണ്ട്. ഈ പരാക്സിയൽ മീസോഡേമിനെ, ഓക്കെ, ന്യൂറൽ ട്യൂബിൻ്റെ ഫോർമേഷൻ ഞാൻ വേറെ പറയാം. ഓക്കെ, ഇപ്പം ഈ സോമൈറ്റ്സിനെ കുറിച്ചിട്ട് പറയാം. പരാക്സിയൽ മീസോഡേം രണ്ടായിട്ട് ഡിവൈഡഡ് ആവും, സ്ക്ലീറോട്ടോമും ഡെർമോമയോട്ടോമും. ഈ സ്ക്ലീറോട്ടോം എന്ത് ചെയ്യും എന്ന് വെച്ചാൽ, ഈ സ്ക്ലീറോട്ടോമും ന്യൂറൽ ട്യൂബും നോട്ടോകോഡിന് ചുറ്റും ഒരു എൻസർക്കിൾ ചെയ്ത് വരും. അതായത് ഒരു ഓക്കെ, അതായത് ഇത് നോട്ടോകോഡാണെങ്കിൽ ഇത് സ്ക്ലീറോട്ടോം ആയിരിക്കും. അപ്പം സ്ക്ലീറോട്ടോമിന് 3 പോർഷൻസ് വരും. ഒരു ഡോർസൽ സ്ക്ലീറോട്ടോം, വെൻട്രൽ സ്ക്ലീറോട്ടോം, ലാറ്ററൽ സ്ക്ലീറോട്ടോം. അതായത് സ്ക്ലീറോട്ടോം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 2 സൈഡിൽ നിന്നുള്ള സ്ക്ലീറോട്ടോം നോട്ടോകോഡിന് ചുറ്റും എൻസർക്കിൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്യും. ഇതേപോലെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്ക്ലീറോട്ടോമിന് 3 പോർഷൻസ് നമുക്ക് കാണാം. ഡോർസൽ, വെൻട്രൽ, ലാറ്ററൽ സ്ക്ലീറോട്ടോം, അങ്ങനെ. ഓക്കെ, അപ്പോൾ വെൻട്രൽ സ്ക്ലീറോട്ടോം, ഓക്കെ, സ്ക്ലീറോട്ടോം ഫോം ചെയ്യുന്നത് നമ്മുടെ വെർട്ടിബ്രൽ കോളമാണ്. വെർട്ടിബ്രൽ കോളം ഫോം ചെയ്യുന്നത് സ്ക്ലീറോട്ടോമാണ്. വെൻട്രൽ സ്ക്ലീറോട്ടോം നമ്മുടെ വെർട്ടിബ്രയുടെ ഫ്രണ്ട് പോർഷൻ ഫോം ചെയ്യും. അതായത് വെർട്ടിബ്രൽ ബോഡി ഫോം ചെയ്യുന്നത് വെൻട്രൽ സ്ക്ലീറോട്ടോമാണ്. വെർട്ടിബ്രേൻ്റെ പോസ്റ്റീരിയർ പോർഷൻ ഫോം ചെയ്യുന്നത് ഡോർസൽ സ്ക്ലീറോട്ടോം ആയിരിക്കും. അതായത് പോസ്റ്റീരിയർ പോർഷൻ എന്ന് പറയുമ്പോൾ വെർട്ടിബ്രൽ സ്പൈൻ ഓഫ് വെർട്ടിബ്ര ഫോം ചെയ്യുന്നത് ഡോർസൽ സ്ക്ലീറോട്ടോം ആയിരിക്കും. അതായത് ലാറ്ററൽ പോർഷൻ ഓഫ് ദ സ്ക്ലീറോട്ടോം എന്ത് ചെയ്യും എന്ന് വെച്ചാൽ വെർട്ടിബ്രൽ ആർച്ച് ഫോം ചെയ്യും. അപ്പം വെർട്ടിബ്രയുടെ 3 പോർഷനും ഫോം ചെയ്യുന്നത് സ്ക്ലീറോട്ടോമിൻ്റെ 3 പോർഷൻസാണ്. അതായത് വെൻട്രൽ സ്ക്ലീറോട്ടോം ബോഡിയും, ഡോർസൽ സ്ക്ലീറോട്ടോം സ്പൈനും, ലാറ്ററൽ സ്ക്ലീറോട്ടോം വെർട്ടിബ്രൽ ആർച്ചും ഫോം ചെയ്യുന്നു. അപ്പോൾ സ്ക്ലീറോട്ടോമിൻ്റെ കാര്യം പറഞ്ഞു. സ്ക്ലീറോട്ടോം വെർട്ടിബ്ര ഫോം ചെയ്യുന്നു. അടുത്തത് ഡെർമോമയോട്ടോമാണ്. ഡെർമോമയോട്ടോം വീണ്ടും ഡെർമോട്ടോമും മയോട്ടോമുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഡെർമോട്ടോമാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഡെർമിസ് ലെയർ ഫോം ചെയ്യുന്നത്. നമുക്കറിയാം എപ്പിഡെർമിസ് ഫോം ചെയ്യുന്നത് സർഫസ് എക്ടോഡേമാണ്. ഡെർമിസ് ഫോം ചെയ്യുന്നത് ഈ ഡെർമോമയോട്ടോമാണ്. ഡെർമോമയോട്ടോം എന്ന് പറയുന്നത് പരാക്സിയൽ മീസോഡേമിൻ്റെ ഒരു പാർട്ടാണ്. അടുത്തത് മയോട്ടോം. ഈ മയോട്ടോം ഫോം ചെയ്യുന്നത് സ്കെലറ്റൽ മസിൽസ് ആണ്. നമ്മുടെ ബോഡിയിലെ എല്ലാ സ്കെലറ്റൽ മസിലും ഫോം ചെയ്യുന്നത് മയോട്ടോമിൽ നിന്നാണ്. അപ്പോൾ 3rd വീക്കിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗ്യാസ്ട്രുലേഷൻ, അതായത് ജേം ലെയേഴ്സിൻ്റെ ഫോർമേഷൻ, ന്യൂറുലേഷൻ, അതായത് ന്യൂറൽ ട്യൂബിൻ്റെ ഫോർമേഷൻ, പിന്നീട് ഹെമറ്റോപോയിസിസും ആൻജിയോജെനിസിസും സ്റ്റാർട്ട് ചെയ്യുന്നത് 3rd വീക്കിലാണ്. ഹെമറ്റോപോയിസിസ് എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ബ്ലഡ് സെൽസിൻ്റെ ഫോർമേഷൻ. 3rd വീക്കിൽ ബ്ലഡ് സെൽസ് ഫോം ചെയ്യുന്നത് സ്പ്ലാഗ്നോപ്ലൂറിക് ലെയർ ഓഫ് എക്സ്ട്രാ എംബ്രിയോണിക് മീസോഡേം ആയിരിക്കും. പിന്നീട് ഒരു 5th വീക്കൊക്കെ ആകുമ്പോഴത്തേക്കും അത് ടേക്ക് ഓവർ ചെയ്യും. ലിവർ, തൈമസ് അങ്ങനെ ടേക്ക് ഓവർ ചെയ്ത് പോകും. പിന്നീട് ആൻജിയോജെനിസിസിൻ്റെ ഫോർമേഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് 3rd വീക്കിലായിരിക്കും. അതിനുശേഷം 3rd വീക്കിൽ ഇത് 4ൻ്റെ കൂട്ടത്തിൽ നോട്ടോകോഡിൻ്റെ ഫോർമേഷനും പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ ഇൻട്രാ എംബ്രിയോണിക് മീസോഡേം ഉണ്ടാകുന്നു. അത് ഡിവൈഡ് ചെയ്ത് പരാക്സിയൽ, ലാറ്ററൽ പ്ലേറ്റ്, ഇൻ്റർമീഡിയറ്റ് ഉണ്ടാകുന്നു. പരാക്സിയൽ മീസോഡേം, സ്ക്ലീറോട്ടോമും ഡെർമോമയോട്ടോമും ഒക്കെ ആവുന്നു. ആ കാര്യങ്ങളൊക്കെ 3rd വീക്കിലാണ് നടക്കുന്നത്. ഇതിൽ ന്യൂറുലേഷനെ കുറിച്ച് നമുക്കിനി അടുത്തതായിട്ട് സംസാരിക്കാം. അപ്പോൾ ഇത് നോട്ടോകോഡ്, ഇത് ഇൻട്രാ എംബ്രിയോണിക് മീസോഡേം, ഇത് എക്ടോഡേം, ഇത് എൻഡോഡേം. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു നോട്ടോകോഡിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ ന്യൂറൽ ട്യൂബിൻ്റെ ഫോർമേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നോട്ടോകോഡ് എന്തോ ചെയ്യുമെന്ന് വെച്ചാൽ എക്ടോഡേമിന് സിഗ്നൽസ് കൊടുക്കും. അപ്പോൾ ഈ എക്ടോഡേമിൻ്റെ ഒരു പോർഷൻ തിക്കാവും. അതിനെ നമ്മൾ ന്യൂറൽ പ്ലേറ്റ് എന്ന്
പറയും. ആ ന്യൂറൽ പ്ലേറ്റാണ് ഭാവിയിൽ ന്യൂറൽ ട്യൂബ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നോട്ടോകോഡ് എക്ടോഡേമിന് സിഗ്നൽസ് കൊടുക്കും. എക്ടോഡേമിൽ നിന്ന് ന്യൂറൽ പ്ലേറ്റ് ഫോം ചെയ്യും. അതാണ് ന്യൂറോ എക്ടോഡേം എന്ന് പറയുന്നത്. എക്ടോഡേമിൻ്റെ ബാക്കി പോർഷനെ സർഫസ് എക്ടോഡേം എന്നും പറയും. അപ്പോൾ ഇതാണ് ന്യൂറൽ പ്ലേറ്റ്, ഇത് സർഫസ് എക്ടോഡേം. ന്യൂറോ എക്ടോഡേം, സർഫസ് എക്ടോഡേം. ന്യൂറൽ ട്യൂബ് ഫോം ചെയ്യുന്ന എക്ടോഡേമിൻ്റെ പോർഷനെയാണ് ന്യൂറോ എക്ടോഡേം എന്ന് പറയുന്നത്. എക്ടോഡേമിൻ്റെ ബാക്കി പോർഷനെ സർഫസ് എക്ടോഡേം എന്നും പറയും. ഓക്കെ, ഇത് കഴിയുമ്പോഴത്തേക്കും ന്യൂറോ എക്ടോഡേം ഫോം ചെയ്ത് കഴിയുമ്പോൾ, അതായത് ന്യൂറൽ പ്ലേറ്റ് ഫോം ചെയ്ത് കഴിയുമ്പം അടുത്ത എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ന്യൂറൽ ട്യൂബ് ഫോം ചെയ്യാനുള്ള സിഗ്നൽസ് നോട്ടോകോഡ് കണ്ടിന്യൂസ്ലി കൊടുത്തുകൊണ്ടിരിക്കുമായിരിക്കും. അത് കാരണം ഈ ന്യൂറൽ ട്യൂബ് താഴേക്ക് ഇങ്ങനെ ഇൻവജനേറ്റ് ചെയ്ത് വരും. അപ്പം ന്യൂറൽ പ്ലേറ്റ് ഇപ്പോൾ ഒരു ന്യൂറൽ ഗ്രൂവ് ഫോം ചെയ്യും. ഇത് സർഫസ് എക്ടോഡേം. ന്യൂറൽ ഗ്രൂവ് ഫോം ചെയ്യും. ന്യൂറൽ ഗ്രൂവ് ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ന്യൂറൽ ഗ്രൂവ് ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ന്യൂറൽ ഗ്രൂവിനും സർഫസ് എക്ടോഡേമിനും ഇടയ്ക്കുള്ള ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ്സ് ഓഫ് സെൽസ് ഫോം ചെയ്യും. അതാണ് ന്യൂറൽ ക്രെസ്റ്റ് സെൽസ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പം നമുക്ക് ന്യൂറൽ ഗ്രൂവ് ഉണ്ട്, ന്യൂറൽ ക്രെസ്റ്റ് സെൽസ് ഉണ്ട്, സർഫസ് എക്ടോഡേമും ഉണ്ട്. കണ്ടിന്യൂസ്ലി സിഗ്നൽസ് കിട്ടിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ന്യൂറൽ ഗ്രൂവ് പിന്നെയും ഇൻവജനേറ്റ് ചെയ്യും. അങ്ങനെ അവസാനം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് ഫ്യൂസ് ചെയ്തൊരു ട്യൂബ് ഫോം ചെയ്യും. ഈ ഫോം ചെയ്യുന്ന ട്യൂബാണ് ന്യൂറൽ ട്യൂബ്. അപ്പോഴത്തേക്കും സർഫസ് എക്ടോഡേമിൻ്റെയും ന്യൂറൽ പ്ലേറ്റിൻ്റെ ഇടയ്ക്കുണ്ടായിരുന്ന സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ടല്ലോ, ന്യൂറൽ ക്രെസ്റ്റ് സെൽസ്, അതും സെപ്പറേറ്റഡ് ആവും. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്തിരിക്കും. അതായത് ന്യൂറൽ ട്യൂബ്, ന്യൂറൽ ക്രെസ്റ്റ് സെൽസ്, സർഫസ് എക്ടോഡേം, പിന്നെ നമ്മുടെ ബാക്കി പോർഷൻ. ഇതിൻ്റെ താഴത്തുള്ള നോട്ടോകോഡ് കാണും. പിന്നെ ഇവിടെ നോട്ടോകോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് പെരാക്സിൽ മീസോഡേം, പിന്നെ ബാക്കി ലാറ്ററൽ പ്ലേറ്റും ഇൻ്റർമീഡിയറ്റും, പിന്നെ ഇവിടെ എൻഡോഡേം കാണും. അങ്ങനെ ഫോം ചെയ്തിരിക്കും. അപ്പോൾ ഈ ന്യൂറൽ ക്രെസ്റ്റ് സെൽസ് എന്ന് വെച്ചാൽ സെക്കൻഡറി മീസൻകൈം എന്നും പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ വേറെ പേരാണ് ഫോർത്ത് ജേം ലെയർ എന്നും ഈ ന്യൂറൽ ക്രെസ്റ്റ് സെൽസിനെ പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ. പിന്നെ അതിന് ശേഷം എന്തായിരുന്നു പറഞ്ഞത്? നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഫോം ചെയ്തതിന് ശേഷം സ്ക്ലീറോട്ടോം, രണ്ട് സൈഡിലെയും സ്ക്ലീറോട്ടോം ഇങ്ങനെ വന്ന് നോട്ടോകോഡിനെയും ന്യൂറൽ ട്യൂബിനെയും കവർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ ഇങ്ങനെ ഫോം ചെയ്യുന്നു എന്നും പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട് വേർട്ടിബ്രയ്ക്കുള്ളിൽ സ്പൈനൽ കോഡ് വന്നത് എങ്ങനെയാണെന്ന്. ഇതിനെ രണ്ടിനെയും കൂടെ കോറിലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. ഫോം ചെയ്യുമ്പോൾ അത് മുകളിലും താഴെയല്ല അടഞ്ഞിരിക്കുന്നൊരു ക്ലോസ്ഡ് സ്ട്രക്ചറൊന്നുമല്ല. ഇത് ആംനിയോട്ടിക് ക്യാവിറ്റി ആയിട്ട് ഇതിന് കണക്ഷനുണ്ട്. ക്രേനിയൽ ന്യൂറോപോറും കോഡൽ ന്യൂറോപോറും വഴി ഈ ന്യൂറൽ ട്യൂബ് ആംനിയോട്ടിക് ക്യാവിറ്റി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ന്യൂറൽ ട്യൂബ് കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ആംനിയോട്ടിക് ക്യാവിറ്റി വയ ദിസ് ക്രേനിയൽ ന്യൂറോപോർ ആൻഡ് കോഡൽ ന്യൂറോപോർ. ക്രേനിയൽ ന്യൂറോപോർ ക്ലോസ് ചെയ്യുന്നത് 25th ഡേയും കോഡൽ ന്യൂറോപോർ ക്ലോസ് ചെയ്യുന്നത് 28th ഡേയിലും ആയിരിക്കും. അങ്ങനെ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ന്യൂറൽ ട്യൂബിൻ്റെ ക്രേനിയൽ പാർട്ട് ബ്രെയിൻ ഫോം ചെയ്യും, കോഡൽ പാർട്ട് സ്പൈനൽ കോഡും ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ക്രേനിയൽ പാർട്ടിനകത്ത് കുറച്ച് വെസിക്കിൾസ് ഫോം ചെയ്യും. ഇത് കോഡൽ പാർട്ട്, സ്പൈനൽ കോഡ് ഉണ്ടാകുന്ന കോഡൽ പാർട്ട്. അപ്പോൾ ക്രേനിയൽ പാർട്ടിനകത്ത് 3 വെസിക്കിൾസ് ഉണ്ടാവും. പ്രോസെൻസെഫാലൻ, മീസെൻസെഫാലൻ, റോംബെൻസെഫാലൻ. പ്രോസെൻസെഫാലൻ എന്ന് വെച്ചാൽ ഫോർ ബ്രെയിൻ, മീസെൻസെഫാലൻ എന്ന് വെച്ചാൽ മിഡ് ബ്രെയിൻ, റോംബെൻസെഫാലൻ എന്ന് വെച്ചാൽ ഹൈൻഡ് ബ്രെയിൻ. ഓക്കെ, ഇനി ഈ 3 വെസൈക്കിൾസും പിന്നീട് വീണ്ടും ഡിവൈഡ് ചെയ്യും. അതായത് പ്രോസെൻസെഫാലൻ പിന്നെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. ടീലൻസെഫാലൻ, ഡയൻസെഫാലൻ. മീസെൻസെഫാലൻ അതേപോലെ തന്നെ. പിന്നീട് അടുത്തത് റോംബെൻസെഫാലൻ, വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് മീറ്റൻസെഫാലൻ, മൈലൻസെഫാലൻ, ഇത്രയാവും. ടീലൻസെഫാലനാണ് നമ്മുടെ സെറിബ്രവും കോർപ്പസ് സ്ട്രേറ്റവും ഫോം ചെയ്യുന്നത്. ഡയൻസെഫാലൻ തലാമസ് ഫോം ചെയ്യും, ഹൈപ്പോതലാമസ് ഫോം ചെയ്യും,
പാർസ് നെർവോസ, അതായത് നമ്മുടെ പിറ്റ്യൂട്ടറീൻ്റെ പോസ്റ്റീരിയർ ലോബ്. പിന്നെ ഒപ്റ്റിക് സ്റ്റോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ റെറ്റിനയും ഒപ്റ്റിക് നെർവും ഒക്കെ ഫോം ചെയ്യുന്നത് ഒപ്റ്റിക് സ്റ്റോക്കാണ്. പിന്നെ മിഡ് ബ്രെയിൻ, അതായത് മീസെൻസെഫാലൻ മിഡ് ബ്രെയിൻ ഫോം ചെയ്യും. പിന്നെ മീറ്റൻസെഫാലനും മൈലൻസെഫാലനുമാണ്. മീറ്റൻസെഫാലൻ ഫോം ചെയ്യുന്നത് പോൺസും സെറിബെല്ലും ആണ്. മൈലൻസെഫാലൻ മെഡുല്ല ഫോം ചെയ്യും. പിന്നെ ഈ ഓരോ വെസൈക്കിളിൻ്റെ അകത്തും ക്യാവിറ്റീസ് ഉണ്ട്. ടീലൻസെഫാലനിലെ ക്യാവിറ്റീസിന്, അതായത് നമ്മുടെ ബ്രെയിനിലെ ക്യാവിറ്റീസ് വെൻട്രിക്കിൾസ്. ടീലൻസെഫാലനിലെ ക്യാവിറ്റിയാണ് ഫസ്റ്റും സെക്കൻഡും വെൻട്രിക്കിൾ, അതായത് ലാറ്ററൽ വെൻട്രിക്കിൾസ്. ഡയൻസെഫാലനിലെ ക്യാവിറ്റിയാണ് തേർഡ് വെൻട്രിക്കിൾ. ഓക്കെ. പിന്നീട് മിഡ് ബ്രെയിൻ, അതായത് നമ്മുടെ മീസെൻസെഫാലനിലെ ക്യാവിറ്റിയാണ് സെറിബ്രൽ അക്വിഡക്റ്റ് ഓഫ് സിൽവിയസ്. പിന്നീട് മീറ്റൻസെഫാലൻ, മൈലൻസെഫാലൻ, അതായത് റോംബൻസെഫാലനിലെ ക്യാവിറ്റിയാണ് ഫോർത്ത് വെൻട്രിക്കിൾ. ഓക്കെ. അപ്പം നമ്മൾ ന്യൂറൽ ട്യൂബിൻ്റെ ഫോർമേഷൻ 3rd വീക്കിൽ നടക്കുന്ന കാര്യം പറഞ്ഞു. പിന്നെ ന്യൂറൽ ട്യൂബ് ബ്രെയിനും സ്പൈനൽ കോഡും ഫോം ചെയ്യുന്ന കാര്യവും പറഞ്ഞു. ഇനി നമുക്ക് ഫെറിഞ്ചൽ ആർച്ചസിനെ കുറിച്ച് പറയാം. അങ്ങനെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു 4th വീക്കൊക്കെ ആകുമ്പോഴത്തേക്കും ന്യൂറൽ ക്രസ്റ്റൽസ് ഫ്യൂച്ചർ നെക്ക് പോർഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. ന്യൂറൽ ക്രസ്റ്റൽസിൻ്റെ കാര്യം പറഞ്ഞു. സർഫസ് എക്ടോഡേമിൻ്റെയും ന്യൂറൽ പ്ലേറ്റിൻ്റെയും ഇടയ്ക്കുള്ള കുറച്ച് സെൽസ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ന്യൂറൽ ക്രസ്റ്റൽസ് ഉണ്ടാക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞായിരുന്നു ന്യൂറൽ ട്യൂബിൻ്റെ ഫോർമേഷൻ്റെ സമയത്ത്. ആ ന്യൂറൽ ക്രസ്റ്റൽസ് ഫ്യൂച്ചർ നെക്ക് പോർഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. ഫ്യൂച്ചർ നെക്ക് പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നമ്മുടെ ഹെഡ് ബൾജ്, ഇത് കാർഡിയക് ബൾജ്, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഈ പോർഷനാണ് ഫ്യൂച്ചർ നെക്ക് എന്ന് പറയുന്നത്. ആ പോർഷനിലേക്ക് ന്യൂറൽ ക്രസ്റ്റൽസ് മൈഗ്രേറ്റ് ചെയ്തിട്ട് ഒരു സീരീസ് ഓഫ് ആർച്ചസ് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ ഫെറിഞ്ചൽ ആർച്ചസ് എന്ന് പറയുന്നത്. ഫെറിഞ്ചൽ ആർച്ചസ് എന്ന് പറയുമ്പോഴത്തേക്കും ടോട്ടൽ 6 ആണ് ഉണ്ടാകുന്നത്. ഓരോ സൈഡിലും 6 ആണ് ഉണ്ടാകുന്നത്. അതിൽ ഒരെണ്ണം അപ്പം തന്നെ ഡിസപ്പിയർ ചെയ്തിട്ട് ടോട്ടൽ 5 ആയിട്ട് മാറും. അപ്പം ഫെറിഞ്ചൽ ആർച്ച് 5 പേഴ്സ് ആണുള്ളത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഫെറിഞ്ചൽ ആർച്ചസ്. 1 2 3 4 5 5 എണ്ണം ഉള്ളത്. ഇതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, 5th ഫെറിഞ്ചൽ ആർച്ച് ഡിസപ്പിയർ ചെയ്യും. ഇത് 6th ഫെറിഞ്ചൽ ആർച്ചാണ്. അങ്ങനെ 2 സൈഡിലും 5 എണ്ണം ഉണ്ട്. ഓക്കെ. അപ്പം നമ്മൾ ഫെറിഞ്ചൽ ആർച്ച് എന്ന് വെച്ചാൽ മീസൻകൈമൽ കണ്ടൻസേഷനാണ്. അപ്പോൾ ഇത് മീസൻകൈമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ കാണുന്നത് എക്ടോഡേമും മറ്റേ സൈഡിലുള്ളത് എൻഡോഡേമുമാണ്. അതായത് പുറത്തുള്ളത് എക്ടോഡേം, അകത്തുള്ളത് എൻഡോഡേം. നടുക്ക് ഈ ഫെറിഞ്ചൽ ആർച്ചസ് മീസൻകൈമൽ കണ്ടൻസേഷൻ. ഓക്കെ. ഇതിൻ്റെ പുറത്തുള്ള സൈഡിൽ എക്ടോഡേമും അകത്തുള്ള സൈഡിൽ എൻഡോഡേമും ആണല്ലോ. ഈ എക്ടോഡേമിൻ്റെ അവിടുന്ന് അകത്തേക്കുള്ള, അതായത് 2 ഫെറിഞ്ചൽ ആർച്ചിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഡിപ്രഷൻ ഉണ്ടല്ലോ, ആ ഡിപ്രഷനെ നമ്മൾ പറയുന്നത് എക്ടോഡേമൽ ക്ലെഫ്റ്റ് എന്നാണ്. അതേപോലെ എൻഡോഡേമിൻ്റെ അവിടെ നിന്നുള്ളത് എൻഡോഡേമൽ പൗച്ചും. അതായത് ഇവിടെ എൻഡോഡേം ആയിരിക്കുമല്ലോ, എൻഡോഡേം പുറത്തേക്കൊരു പൗച്ച് ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കും നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ അകത്തേക്കൊരു ക്ലെഫ്റ്റ് ആയിരിക്കും, ക്ലെഫ്റ്റ് ഉള്ള പോലെ ആയിരിക്കും തോന്നുന്നത്. അത് കാരണം എക്ടോഡേമൽ ക്ലെഫ്റ്റും എൻഡോഡേമൽ പൗച്ചും. അപ്പം 5 ഫെറിഞ്ചൽ ആർച്ചസ് ഉള്ളപ്പോൾ ഈ ക്ലെഫ്റ്റും പൗച്ചും 4 എണ്ണം വീതിച്ചായിരിക്കും ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അതായത് 2 ഫെറിഞ്ചൽ ആർച്ചസിൻ്റെ ഇടയ്ക്കാണ് ഒരു ക്ലെഫ്റ്റും ഒരു പൗച്ചും ഉള്ളത്. അപ്പോൾ ടോട്ടൽ 5 ആർച്ചസ് ഉണ്ട്. അപ്പോൾ ക്ലെഫ്റ്റും പൗച്ചും 4 എണ്ണം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. ഇനി ഫെറിഞ്ചൽ ആർച്ചസിൻ്റെ കമ്പോണൻസിനെ കുറിച്ച് പറയാം. കാർട്ടിലേജ് ഉണ്ടാവും, മസിൽ ഉണ്ടാവും, നെർവ്സ് ഉണ്ടാവും, ആർട്ടറീസ് ഉണ്ടായിരിക്കും. അപ്പം ഓരോ ഫെറിഞ്ചൽ ആർച്ചസിൽ നിന്നും എറൈസ് ചെയ്യുന്ന കാർട്ടിലേജ്, മസിൽ, നെർവ്, ആർട്ടറി, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയാം. ഫസ്റ്റ് ആർച്ചിൻ്റെ ഡെറിവേറ്റീവായ കാർട്ടിലേജിൻ്റെ പേരാണ് മെക്കൽസ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഈ മെക്കൽസ് കാർട്ടിലേജിൽ നിന്ന് ഉണ്ടാവുന്ന സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് മാലിയസ് ബോൺ, ഇൻകസ് ബോൺ, മാക്സില, മാൻഡിബിൾ, സൈഗോമാറ്റിക് ബോൺ, സ്ഫിനോയിഡ് ബോൺ, ടെമ്പോറൽ ബോൺ. പിന്നീട് ആൻറ്റീരിയർ ലിഗമെൻ്റ് ഓഫ് മാലിയസ്,
സ്ഫീനോ മാൻഡിബുലർ ലിഗമെൻറ്റ്. ഇത്രയും സ്ട്രക്ചേഴ്സാണ് മെക്കൽസ് കാർട്ടിലേജിൽ നിന്നും ഉണ്ടാവുന്നത്. സെക്കൻഡ് കാർട്ടിലേജിൻ്റെ പേരാണ് റൈച്ചേർഡ്സ് കാർട്ടിലേജ്. സെക്കൻഡ് കാർട്ടിലേജിൽ നിന്ന് ഉണ്ടാവുന്ന സ്ട്രക്ചേഴ്സ് സ്റ്റേപ്പസ്, സ്റ്റൈലോയിഡ് പ്രോസസ്, സ്റ്റൈലോഹയോയിഡ് ലിഗമെൻറ്റ്, ഹയോയിഡ് ബോണിൻ്റെ സ്മോൾ ഹോൺ, അതായത് ലെസർ കോർണർ ഓഫ് ഹയോയിഡ് ബോൺ, പിന്നീട് സുപ്പീരിയർ സർഫസ് ഓഫ് ഹയോയിഡ് ബോൺ, ഹയോയിഡ് ബോണിൻ്റെ ബോഡീൻ്റെ സുപ്പീരിയർ സർഫസ്. ഇത്രയാണ് സെക്കൻഡ് ആർച്ചിൻ്റെ കാർട്ടിലേജിൽ നിന്നും വരുന്നത്, അതായത് റൈച്ചേർഡ്സ് കാർട്ടിലേജിൽ നിന്നും. നെക്സ്റ്റ് തേർഡ് ആർച്ച്. തേർഡ് ആർച്ചിൽ നിന്ന് വരുന്നത് പ്രത്യേകിച്ച് പേരൊന്നുമില്ല കാർട്ടിലേജിന്. തേർഡ് ആർച്ചിൽ നിന്ന് ഉണ്ടാകുന്ന സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഹയോയിഡിൻ്റെ ഗ്രേറ്റർ കോർണർ ഓഫ് ഹയോയിഡ്, പിന്നീട് ലോവർ സർഫസ്. ഹയോയിഡിൻ്റെ സ്മോൾ ഹോണും സുപ്പീരിയർ സർഫസും സെക്കൻഡ് ആർച്ചിൽ നിന്നും, ഗ്രേറ്റർ ഹോണും ഇൻഫീരിയർ സർഫസും തേർഡ് ആർച്ചിൽ നിന്നാണ് വരുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ഫോർത്ത് ആർച്ചിൽ നിന്നും സിക്സ്ത് ആർച്ചിൽ നിന്നുള്ള കാർട്ടിലേജസ്. അത് നമ്മുടെ ലാരിങ്സിലെ എല്ലാ കാർട്ടിലേജസും ഡെവലപ്പ് ചെയ്യുന്നത് ഫോർത്ത് ആൻഡ് സിക്സ്ത് ആർച്ചസിൽ നിന്നാണ്, എക്സെപ്റ്റ് എപ്പിഗ്ലോട്ടിസ്. അടുത്തത് ഓരോ ആർച്ചിൻ്റെയും നെർവ്സ് ഏതൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് ആർച്ചിൻ്റെ നെർവ് മാൻഡിബുലർ നെർവ്, അതായത് ട്രൈജെമിനലിൻ്റെ തേർഡ് ഡിവിഷൻ, ഒഫ്താൽമിക് മാക്സിലറി മാൻഡിബുലർ, ഇതാണ് ട്രൈജെമിനലിൻ്റെ ഡിവിഷൻസ്. അതിൽ തേർഡ് ഡിവിഷനാണ് ഫസ്റ്റ് ആർച്ചിൻ്റെ നെർവ്. സെക്കൻഡ് ആർച്ചിൻ്റെ നെർവ് ഫേഷ്യൽ നെർവ്, തേർഡ് ആർച്ചിൻ്റെത് ഗ്ലോസോഫെറിഞ്ചൽ നെർവ്. ഫേഷ്യൽ എന്ന് വെച്ചാൽ 7th ക്രേനിയൽ നെർവ്, ഗ്ലോസോഫെറിഞ്ചൽ എന്ന് വെച്ചാൽ 9th ക്രേനിയൽ നെർവ്. അടുത്തത് ഫോർത്ത് ആർച്ചിൻ്റെ നെർവ് എന്ന് വെച്ചാൽ സുപ്പീരിയർ ലാരിഞ്ചൽ നെർവാണ്. സിക്സ്ത് ആർച്ചിൻ്റെ എന്ന് വെച്ചാൽ റെക്കറൻറ്റ് ലാരിഞ്ചൽ നെർവാണ്. ഇത് രണ്ടും 10th നെർവിൻ്റെ ബ്രാഞ്ചസ് ആണ്. അടുത്തത് ഓരോ ആർച്ചിൽ നിന്നും ഉള്ള മസിൽസിൻ്റെ കാര്യം പറയാം. ഫസ്റ്റ് ആർച്ചിൻ്റെ മസിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും മസിൽസ് ഓഫ് മാസ്റ്റിക്കേഷൻ, anterior belly of digastric, mylohyoid, tensor palatini, tensor tympani. ഇത്രയാണ് ഫസ്റ്റ് ആർച്ചിൻ്റെ മസിൽസ്. മസിൽസ് ഓഫ് മാസ്റ്റിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെമ്പറാലിസ്, മസീറ്റർ, മീഡിയൽ ടെറിഗോയിഡ്, ലാറ്ററൽ ടെറിഗോയിഡ്, ഇതൊക്കെയാണ് മസിൽസ് ഓഫ് മാസ്റ്റിക്കേഷൻ. സെക്കൻഡ് ആർച്ചിൻ്റെ മസിൽസ് എന്ന് പറയുമ്പോൾ മസിൽസ് ഓഫ് ഫേസ്, പോസ്റ്റീരിയർ ബെല്ലി ഓഫ് ഡൈഗാസ്ട്രിക്, സ്റ്റൈലോഹയോയിഡ്, ഓറിക്കുലർ മസിൽസ്, സ്റ്റെപ്പീഡിയസ്. ഇത്രയാണ് സെക്കൻഡ് ആർച്ചിൻ്റെ മസിൽസ്. തേർഡ് ആർച്ചിൻ്റെ മസിൽ സ്റ്റൈലോഫാരിഞ്ചസ്. ഫോർത്ത് ആർച്ചിൻ്റെത് പാലറ്റിലെയും ഫാരിങ്സിലെയും എല്ലാ മസിൽസും, പിന്നെ ക്രിക്കോതൈറോയിഡും ഉണ്ട്. സിക്സ്ത് ആർച്ച് എന്ന് വെച്ചാൽ ലാരിഞ്ചൽ മസിൽസ് എല്ലാം സിക്സ്ത് ആർച്ചിൽ നിന്നാണ് വരുന്നത്, എക്സെപ്റ്റ് ക്രിക്കോതൈറോയിഡ്. കാരണം ക്രിക്കോതൈറോയിഡ് ഫോർത്ത് ആർച്ചിൽ നിന്നായിരുന്നു വരുന്നത്. പിന്നെ ആർട്ടറീസ്. ഫസ്റ്റ് ആർച്ച് ആർട്ടറി മാക്സിലറി ആർട്ടറിയാണ്. സെക്കൻഡ് ആർച്ച് ആർട്ടറി സ്റ്റെപ്പീഡിയൽ ആർട്ടറി. തേർഡ് ആർച്ച് ആർട്ടറീസ് എന്ന് പറയുമ്പോഴത്തേക്കും കോമൺ കരോട്ടിഡ്, ഇൻറ്റേർണൽ കരോട്ടിഡ്, എക്സ്റ്റേർണൽ കരോട്ടിഡ്. ഫോർത്ത് ആർച്ച് ആർട്ടറീസ് റൈറ്റ് സൈഡിൽ ഫോർത്ത് ആർച്ച് റൈറ്റ് സബ്ക്ലേവിയൻ ഫോം ചെയ്യും, ലെഫ്റ്റ് സൈഡിൽ ആർച്ച് ഓഫ് ഹയറ്റ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. സിക്സ്ത് ആർച്ച് ആർട്ടറീസ് എന്ന് പറയുമ്പോഴത്തേക്കും പൾമോണറി ആർട്ടറി ആയിരിക്കും സിക്സ്ത് ആർച്ചിൽ നിന്ന് ഉണ്ടാവുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഡിസ്റ്റൽ പാർട്ട്, ലെഫ്റ്റ് സൈഡിൽ സിക്സ്ത് ആർച്ച് ആർട്ടറിയുടെ ഡിസ്റ്റൽ പാർട്ട് ഡക്ടസ് ആർട്ടീരിയോസിസ് ഫോം ചെയ്യും. ഈ അയോട്ടിക് ആർച്ചസിൻ്റെ ഡെവലപ്മെൻ്റൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. അടുത്തത് എൻഡോഡേർമൽ പൗച്ചസിനെ കുറിച്ചിട്ട് പറയാം. ഞാൻ പറഞ്ഞു എൻഡോഡേർമൽ പൗച്ചസ് 4 ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഓരോന്നിൻ്റെയും ഡെറിവേറ്റീവ്സ് ഏതൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് എൻഡോഡേർമൽ പൗച്ച്, എല്ലാ എൻഡോഡേർമൽ പൗച്ചും ഡോർസൽ പാർട്ടും വെൻട്രൽ പാർട്ടുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എൻഡോഡേർമൽ പൗച്ച് ഡോർസൽ പാർട്ടും വെൻട്രൽ പാർട്ടുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഡോർസൽ പാർട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ട്യൂബോ ടിംപാനിക് റീസസ് ഫോം ചെയ്യും. ആ ട്യൂബോ ടിംപാനിക് റീസസിൽ നിന്നാണ് ടിംപാനിക് ക്യാവിറ്റിയും, അതായത് ടിംപാനിക് ക്യാവിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ മിഡിൽ ഇയർ ക്യാവിറ്റി, ട്യൂബോ ടിംപാനിക്, ട്യൂബ് എന്ന് പറഞ്ഞാൽ യൂസ്റ്റേഷ്യൻ ട്യൂബ്, അതായത് നമ്മുടെ ഓഡിറ്ററി ട്യൂബ്, യൂസ്റ്റേഷ്യൻ ട്യൂബും ടിംപാനിക് ക്യാവിറ്റി അതായത് മിഡിൽ ഇയർ ക്യാവിറ്റി ഉണ്ടാവുന്നത്. പിന്നെ അതിൻ്റെ വെൻട്രൽ പാർട്ട് എന്ന് വെച്ചാൽ സെക്കൻഡ് ആർച്ചുമായിട്ട് ജോയിൻ ചെയ്തിട്ട് സെക്കൻഡ് എൻഡോഡേർമൽ പൗച്ചുമായിട്ട് ജോയിൻ ചെയ്തിട്ട് പലറ്റൈൻ ടോൺസിൽ ഫോം ചെയ്യും, അതായത് നമ്മുടെ ടോൺസിൽസ്. അടുത്തത് സെക്കൻഡ് എൻഡോഡേർമൽ പൗച്ച്. സെക്കൻഡ് എൻഡോഡേർമൽ പൗച്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഫസ്റ്റ് പൗച്ചിൻ്റെ വെൻട്രൽ പാർട്ടുമായിട്ട് ജോയിൻ ചെയ്തിട്ട്
ഫസ്റ്റ് എൻഡോഡേർമൽ പൗച്ചിൻ്റെ വെൻട്രൽ പാർട്ടുമായിട്ട് ഈ സെക്കൻഡ് എൻഡോഡേർമൽ പൗച്ച് ജോയിൻ ചെയ്തിട്ട് പാലറ്റൈൻ ടോൺസിൽ ഉണ്ടാക്കും. പാലറ്റൈൻ ടോൺസിലാണ് നമ്മുടെ ടോൺസിൽ. അടുത്തത് തേർഡ് എൻഡോഡേർമൽ പൗച്ച്. തേർഡ് എൻഡോഡേർമൽ പൗച്ച് ഡോഴ്സലും വെൻട്രലുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. തേർഡ് എൻഡോഡേർമൽ പൗച്ചിൻ്റെ വെൻട്രൽ പാർട്ട് തൈമസ് ഫോം ചെയ്യുന്നു. ഡോഴ്സൽ പാർട്ട് എന്ന് വെച്ചാൽ ഇൻഫീരിയർ പാരാതൈറോയിഡാണ് ഫോം ചെയ്യുന്നത്. ഈ ഇൻഫീരിയർ പാരാതൈറോയിഡും തൈമസും അപ്പം തേർഡ് എൻഡോഡേർമൽ പൗച്ചിൽ നിന്നുണ്ടാവും. അടുത്തത് ഫോർത്ത് എൻഡോഡേർമൽ പൗച്ച്. ഫോർത്ത് എൻഡോഡേർമൽ പൗച്ചിൻ്റെ ഡോഴ്സൽ പോർഷൻ സുപ്പീരിയർ പാരാതൈറോയിഡ് ഉണ്ടാക്കും. ഇൻഫീരിയർ പാരാതൈറോയിഡ് ഉണ്ടാകുന്നത് തേർഡ് എൻഡോഡേർമൽ പൗച്ചിൽ നിന്നും സുപ്പീരിയർ പാരാതൈറോയിഡ് ഉണ്ടാകുന്നത് ഫോർത്ത് എൻഡോഡേർമൽ പൗച്ചിൽ നിന്നുമാണ്. അടുത്തത് ഫോർത്ത് എൻഡോഡേർമൽ പൗച്ചിൻ്റെ വെൻട്രൽ പോർഷൻ. വെൻട്രൽ പോർഷൻ ഒരു അൾട്ടിമോ ബ്രാങ്കിയൽ ബോഡി ഫോം ചെയ്യും. അതാണ് നമ്മുടെ പാരഫോളിക്കുലർ സി സെൽസ് ഓഫ് തൈറോയിഡ് ഉണ്ടാക്കുന്നത്. ഇനി അടുത്തത് എക്ടോഡെർമൽ ക്ലെഫ്റ്റുകളെ കുറിച്ചിട്ടാണ്. എക്ടോഡെർമൽ ക്ലെഫ്റ്റും ഞാൻ പറഞ്ഞു 4 ഉണ്ടെന്ന്. അതിൽ ഫസ്റ്റ് എക്ടോഡെർമൽ ക്ലെഫ്റ്റ് നമ്മുടെ എക്സ്റ്റേണൽ അക്കൗസ്റ്റിക് മിയാറ്റസ് ഫോം ചെയ്യും. സെക്കൻഡ് എക്ടോഡെർമൽ ക്ലെഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഫേറ്റ് പറയുമ്പോഴത്തേക്കും സെക്കൻഡ് പൗച്ചിൽ നിന്നൊരു ഒരു ഗ്രോത്ത് താഴേക്ക് ഉണ്ടാവും. ഇത് 6th ജോയിൻ ചെയ്യും. ആ സ്ഥലത്ത് ഒരു സെർവൈക്കൽ സൈനസ് ഫോം ചെയ്യും ആദ്യം. ആ സെർവൈക്കൽ സൈനസ് കുറച്ച് കഴിയുമ്പോൾ ഒബ്ലിറ്ററേറ്റഡ് ആവും. അങ്ങനെയാണ് നമ്മുടെ നെക്ക് ഭയങ്കര സ്മൂത്ത് ആയിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഇതിൻ്റെ ഈ ഗ്രോത്തിൻ്റെ അടിയിലായിരിക്കുമല്ലോ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ കാണാം. ഓക്കെ, ഇതിൽ കാണാം സെക്കൻഡിൽ നിന്ന് 6th ജോയിൻ ചെയ്യുന്നത്. അവിടെ ഒരു സൈനസ് ഫോം ചെയ്യും. ആ സൈനസ് ആണ് സെർവൈക്കൽ സൈനസ്. സെർവൈക്കൽ സൈനസ് കുറച്ച് കഴിയുമ്പോൾ ഒബ്ലിറ്ററേറ്റഡ് ആവും. ഇനി അങ്ങനെങ്ങാനും ഒബ്ലിറ്ററേറ്റഡ് ആവാതിരിക്കുകയാണെങ്കിൽ ഒരു ബ്രാങ്കിയൽ സൈനസ് അല്ലെങ്കിൽ ഫിസ്റ്റുല ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി എല്ലാ ക്ലെഫ്റ്റുകളും പതിയെ അങ്ങ് ഒബ്ലിറ്ററേറ്റഡ് ആയിക്കോളും. ഇതാണ് എക്ടോഡെർമൽ ക്ലെഫ്റ്റുകൾ. അപ്പോൾ ഫെറിഞ്ചിയൽ ആർച്ചസിൻ്റെ കാര്യം പറഞ്ഞു, എക്ടോഡെർമൽ ക്ലെഫ്റ്റുകളും എൻഡോഡെർമൽ പൗച്ചസിൻ്റെയും കാര്യം പറഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ഡെവലപ്മെൻറ്റ് ഓഫ് ടങ് പറയാം. ഓക്കെ, അപ്പോൾ ടങ്ങിൻ്റെ ഡെവലപ്മെൻറ്റിൽ എപ്പിത്തീലിയത്തിൻ്റെ ഡെവലപ്മെൻറ്റും മസിൽസിൻ്റെ ഡെവലപ്മെൻറ്റും പറയാം. എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ ആൻറ്റീരിയർ 2/3 ഓഫ് ടങ് സർഫസ് എക്ടോഡെർമിൽ നിന്നായിരിക്കും ആൻറ്റീരിയർ 2/3 എപ്പിത്തീലിയം ഡിറൈവ് ചെയ്യുന്നത്. പിന്നെ പോസ്റ്റീരിയർ 1/3 എപ്പിത്തീലിയം ഈസ് ഡിറൈവ്ഡ് ഫ്രം എൻഡോഡെർം. പിന്നെ മസിൽസ്, ടങ് മസിൽസ് എല്ലാം വരുന്നത് ഓക്സിപിറ്റൽ സോമൈറ്റ്സ് എന്നാണ്. സോമൈറ്റ്സിൻ്റെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, പാരാക്സിൽ മീസോഡം. അപ്പോൾ ഓക്സിപിറ്റൽ സോമൈറ്റ്സിൽ നിന്നാണ് എല്ലാ മസിൽസും, ടങ് മസിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ പാലറ്റോഗ്ലോസസ് അത് ഡെവലപ്പ് ചെയ്യുന്നത് 4th ഫെറിഞ്ചൽ ആർച്ചിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ടങ് മസിൽസ് എന്ന് പറയുമ്പോൾ സ്റ്റൈലോഗ്ലോസസ്, പാലറ്റോഗ്ലോസസ്, ഹയോഗ്ലോസസ്, ജീനിയോഗ്ലോസസ്. അതിൽ പാലറ്റോഗ്ലോസസ് ഒഴിച്ചുള്ളതെല്ലാം ഓക്സിപിറ്റൽ സോമൈറ്റ്സിൽ നിന്നും ബാക്കിയെല്ലാം 4th ആർച്ചിൽ നിന്നുമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഫസ്റ്റ് ഇത് ഫെറിഞ്ചൽ ആർച്ചസ്, 1st, 2nd, 3rd, 4th, 6th. ഓക്കെ, ഇപ്പോൾ ഇത് ഫസ്റ്റ് ഫെറിഞ്ചൽ ആർച്ചസ് ആണല്ലോ. ഫസ്റ്റ് ഫെറിഞ്ചൽ ആർച്ചിൻ്റെ ഫ്ലോറാണിത്. അപ്പോൾ ഫസ്റ്റ് ഫെറിഞ്ചൽ ആർച്ചിൻ്റെ ഫ്ലോറിൽ ഒരു 3 സ്വെല്ലിങ്സ് ഫോം ചെയ്യും. 2 ലിംഗ്വൽ സ്വെല്ലിങ്സും ഒരു ട്യൂബർക്കുലം ഇംപാറും. ഈ 3 സ്വെല്ലിങ്സ് ആണ് ആൻറ്റീരിയർ 2/3 ഓഫ് ടങ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ 3 സ്വെല്ലിങ്സിൽ നിന്നാണ്. പിന്നീട് 2nd, 3rd, 4th ഈ 3 ആർച്ചസിൻ്റെ ഫ്ലോറിൽ നിന്നും ഒരു സ്വെല്ലിംഗ് ഉണ്ടാവും. അതിൻ്റെ പേരാണ് ഹൈപ്പോബ്രാങ്കിയൽ എമിനൻസ് എന്ന് പറയുന്നത്. ഈ ഹൈപ്പോബ്രാങ്കിയൽ എമിനൻസ് ആണ് ബാക്കി പോർഷൻ, ടങ്ങിൻ്റെ ബാക്കി പോർഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് 3rd ആർച്ചിൻ്റെ ഹൈപ്പോബ്രാങ്കിയൽ എമിനൻസ് നിന്നും പോസ്റ്റീരിയർ 1/3 ഓഫ് ടങ് ഫോം ചെയ്യും. പോസ്റ്റീരിയർ 1/3. പിന്നീട് 4th ആർച്ചിൻ്റെതുണ്ട്. 4th ആർച്ചിൻ്റെ ഹൈപ്പോബ്രാങ്കിയൽ എമിനൻസ് പോർഷനിൽ നിന്നും പോസ്റ്റീരിയർ മോസ്റ്റ് പാർട്ട് ഓഫ് ടങ്ങും പിന്നെ എപ്പിഗ്ലോട്ടിസും. ഇത് രണ്ടും ഫോം ചെയ്യുന്നത് 4th ആർച്ചിൻ്റെ ഹൈപ്പോബ്രാങ്കിയൽ എമിനൻസ് ആണ്. അപ്പോൾ ആൻറ്റീരിയർ 1/3 ഓഫ് ടങ് ഫോം ചെയ്യുന്നത് 1st ആർച്ചിൽ നിന്നും, പോസ്റ്റീരിയർ 1/3 ഓഫ് ടങ്ങും പിന്നെ പോസ്റ്റീരിയർ മോസ്റ്റ് പാർട്ട് പ്ലസ് എപ്പിഗ്ലോട്ടിസ്, ഇത് ഇത്രയും ഫോം ചെയ്യുന്നത് 3rd ആർച്ചും 4th ആർച്ചും ചേർന്നിട്ടുമാണ്. 2nd ആർച്ചിൽ നിന്നും ഈ ഹൈപ്പോബ്രാങ്കിയൽ എമിനൻസ് ഫോം ചെയ്യുന്നെങ്കിലും 2nd ആർച്ച് മീസോഡം ടങ്ങിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. അതെന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഈ 3rd ആർച്ചിലെ ഹൈപ്പോബ്രാങ്കിയൽ എമിനൻസ് എന്തോ ചെയ്യും എന്ന് ചോദിച്ചാൽ
ഓവർഗ്രോ ചെയ്യും. സെക്കൻഡിനെ ഓവർഗ്രോ ചെയ്ത് ഫസ്റ്റിലെത്തി ഫസ്റ്റുമായിട്ട് ജോയിൻ ചെയ്യും. അത് കാരണം സെക്കൻഡിന് ടങ്ങിൻ്റെ ഡെവലപ്മെൻറ്റിൽ യാതൊരു റോളും ഇല്ല. ഓക്കെ, ഇനി നെർവ് സപ്ലൈയുടെ കാര്യം പറയാം. നെർവ് സപ്ലൈ നമുക്ക് ആൻറ്റീരിയർ 2/3 ഓഫ് ടങ് ഡെവലപ്പ് ചെയ്യുന്ന ഫസ്റ്റ് ആർച്ചിൽ നിന്നാണല്ലോ. അപ്പോൾ അവിടുത്തെ നെർവ് സപ്ലൈ എന്ന് പറഞ്ഞാൽ മാൻഡിബുലാർ നെർവ്, അതായത് ഫസ്റ്റ് ആർച്ചിൻ്റെ നെർവ് മാൻഡിബുലാർ നെർവാണ്. മാൻഡിബുലാറിൻ്റെ ലിംഗ്വൽ നെർവാണ് ആൻറ്റീരിയർ 2/3 ഓഫ് ടങ്ങിന് സപ്ലൈ ചെയ്യുന്നത്. പിന്നെ പോസ്റ്റീരിയർ 1/3 അത് ഡെവലപ്പ് ചെയ്യുന്നത് തേർഡ് ഫെറിഞ്ചൽ ആർച്ചിൽ നിന്നാണ്. അതുകൊണ്ട് തേർഡ് ഫെറിഞ്ചൽ ആർച്ചിൻ്റെ നെർവ് ആയിരിക്കും പോസ്റ്റീരിയർ 1/3 ഓഫ് ടങ്ങിന് സപ്ലൈ ചെയ്യുന്നത്, അതായത് ക്രേനിയൽ നെർവ് 9, അതായത് ഗ്ലോസോഫറിഞ്ചൽ നെർവ്. പിന്നെ പോസ്റ്റീരിയർ മോസ്റ്റ് പാർട്ട് ഓഫ് ടങ് അത് ഡെവലപ്പ് ചെയ്യുന്നത് ഫോർത്ത് ആർച്ചിൽ നിന്നാണ്. ഫോർത്ത് ആർച്ചിൻ്റെ നെർവ് 10th വാഗസ് നെർവാണ്. അതാണ് പോസ്റ്റീരിയർ മോസ്റ്റ് പാർട്ട് ഓഫ് ടങ്ങിന് സപ്ലൈ ചെയ്യുന്നത്. പിന്നീട് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആൻറ്റീരിയർ 2/3 ഓഫ് ടങ്ങിൻ്റെ കോഡ ടിംപാനെ സപ്ലൈ ചെയ്യുന്നുണ്ട്. കോഡ ടിംപാനെ എന്ന് പറയുന്നത് ഫേഷ്യൽ നെർവിൻ്റെ ഒരു ബ്രാഞ്ചാണ്. ഫേഷ്യൽ നെർവ് സെക്കൻഡ് ആർച്ച് നെർവാണ്, എന്നിട്ടും അത് ആൻറ്റീരിയർ 2/3 ഓഫ് ടങ്ങിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതെന്താ കാര്യം എന്ന് ചോദിച്ചാൽ പ്രീ ട്രമാറ്റിക് നെർവ് ആയതുകൊണ്ടാണ്. കോഡ ടിംപാനെ എന്ന് പറയുന്നത് ഫേഷ്യൽ നെർവിൻ്റെ പ്രീ ട്രമാറ്റിക് നെർവാണ്. പ്രീ ട്രമാറ്റിക് നെർവ് എന്ന് പറഞ്ഞാൽ ഒരു ഫെറിഞ്ചൽ ആർച്ചിൻ്റെ നെർവ് അതിന് മുന്നത്തെ ഫെറിഞ്ചൽ ആർച്ചിനെ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് പ്രീ ട്രമാറ്റിക് നെർവ്. അതായത് ഇപ്പം സെക്കൻഡ് ആർച്ചിൻ്റെ നെർവായ ഫേഷ്യൽ നെർവ് ഫസ്റ്റ് ആർച്ചിനെ സപ്ലൈ ചെയ്യുന്നു, അതാണ് പ്രീ ട്രമാറ്റിക് നെർവ് ഓഫ് ഫേഷ്യൽ കോഡ ടിംപാനെ എന്ന് പറയുന്നത്. പിന്നെ വേറെ എക്സാമ്പിൾ ഉണ്ട്. ഇപ്പം നമ്മൾ ഗ്ലോസോഫറിഞ്ചൽ, അത് തേർഡ് ആർച്ചിൻ്റെ നെർവാണല്ലോ, അത് നമ്മുടെ സെക്കൻഡ് ആർച്ചിനൊരു പ്രീ ട്രമാറ്റിക് നെർവ് കൊടുക്കുന്നുണ്ട്, അതായത് ടിംപാനിക് ബ്രാഞ്ച് ഓഫ് ഗ്ലോസോഫറിഞ്ചൽ. ഇത് രണ്ടും പ്രീ ട്രമാറ്റിക് നെർവ്സിന് എക്സാമ്പിളാണ്. ഇതായിട്ട് ഫേസിൻ്റെ ഡെവലപ്മെൻറ്റ് പറയാം. ഫേസിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഈ ഒരു 5 സ്ട്രക്ചേഴ്സാണ് മെയിനായിട്ട് ഇൻവോൾവ് ആവുന്നത്, അതായത് ഫ്രോണ്ടോ നേസൽ പ്രോസസ്, ലാറ്ററൽ നേസൽ പ്രോസസ്, മീഡിയൽ നേസൽ പ്രോസസ്, മാക്സിലറി പ്രോസസ് ആൻഡ് മാൻഡിബുലർ പ്രോസസ്. ഓക്കെ, ഈ ഓരോ സ്ട്രക്ചറിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നമ്മുടെ ഫസ്റ്റ് ഫെറിഞ്ചൽ ആർച്ചിൽ 2 പ്രോസസ്സസ് ഉണ്ടാവുന്നു, മാൻഡിബുലർ പ്രോസസ്സും മാക്സിലറി പ്രോസസ്സും. അങ്ങനെ 2 പ്രോസസ്സസ് ഈ ഫസ്റ്റ് ഫെറിഞ്ചൽ ആർച്ചിൽ ഉണ്ടാവുന്നു. പിന്നീട് ആ ഒരു ഭാഗത്ത് ന്യൂറൽ ട്യൂബ് ഫോർമേഷൻ നടക്കുന്നുണ്ടല്ലോ. ഈ ന്യൂറൽ ട്യൂബിൻ്റെ ഭാഗത്തേക്ക് മീസോഡേം വന്നിട്ട് ഫ്രോണ്ടോ നേസൽ പ്രോസസ്സ് എന്ന് പറഞ്ഞ് വേറൊരു പ്രോസസ്സ് ഉണ്ടാക്കും. ഇതാണ് ഫ്രോണ്ടോ നേസൽ പ്രോസസ്സ്. അപ്പോൾ നമുക്കിപ്പം ഇത്രയും പ്രോസസ്സസ് ആണുള്ളത്. മാക്സിലറി 2 മാൻഡിബുലാർ 2, പിന്നെ ഒരു ഫ്രോണ്ടോ നേസൽ പ്രോസസ്സ്, ഇത്രയാണുള്ളത്. ഓപ്പണിങ്സ് ഒക്കെ നമ്മുടെ ഫ്യൂച്ചർ മൗത്തിനെ ചുറ്റുമാണുള്ളത്. ഫ്യൂച്ചർ മൗത്ത് എന്ന് പറയുമ്പോൾ പ്രോക്കോഡൽ പ്ലേറ്റിന് ചുറ്റുമാണ് ഈ പ്രോസസ്സസ് എല്ലാം ഉള്ളത്. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ മാൻഡിബുലാർ പ്രോസസ്സസ് 2 സൈഡിലെ മാൻഡിബുലാർ പ്രോസസ്സസ് ഇങ്ങനെ അടുത്തടുത്ത് വന്നിട്ട് അത് തമ്മിൽ ഫ്യൂസ് ചെയ്യും. മിഡ് ലൈനിൽ ഇത് ഫ്യൂസ് ചെയ്യും. അങ്ങനെ മാൻഡിബുലാർ പ്രോസസ്സസ് ഫ്യൂസ് ചെയ്തിട്ട് ലോവർ ജോയും ലോവർ ലിപ്പും ഉണ്ടാക്കും. ഇനി എങ്ങാനും ഇത് കറക്റ്റായിട്ട് ഫ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു മിഡ് ലൈൻ ഒരു ഡിഫക്റ്റ് ഉണ്ടാവും. മിഡ് ലൈൻ ലോവർ ലിപ്പ് ക്ലെഫ്റ്റ് എന്ന് പറയുന്നൊരു ഡിഫക്റ്റ് ഉണ്ടാവും. അതായത് നോൺ ഫ്യൂഷൻ of 2 mandibular processes results in midline lower lip cleft. ഓക്കെ, അപ്പം മാൻഡിബുലാർ പ്രോസസ്സസ് ഫ്യൂസ് ചെയ്ത് ലോവർ ജോയും ലോവർ ലിപ്പും ഉണ്ടാവുന്ന കാര്യം പറഞ്ഞു. ഇനിയിപ്പോൾ എന്തോ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഫ്രോണ്ടോ നേസൽ പ്രോസസ്സ് ഉണ്ടല്ലോ, ഈ ഫ്രോണ്ടോ നേസൽ പ്രോസസ്സിൻ്റെ അടുത്ത് ഒരു പിറ്റ് ഉണ്ടാവും. 2 പിറ്റ്സ് ഫോം ചെയ്യും. അതിനെ നേസൽ പിറ്റ്സ് എന്നാണ് പറയുന്നത്. ഈ നേസൽ പിറ്റ്സിന് ചുറ്റുമുള്ള മീസോഡേം എലിവേറ്റഡ് ആവും. അപ്പം ഇവിടെ ഒരു നേസൽ പിറ്റ് ഉണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള മീസോഡേം എലിവേറ്റഡ് ആയിട്ട് ഒരു ലാറ്ററൽ നേസൽ പ്രോസസ്സും മീഡിയൽ നേസൽ പ്രോസസ്സും ഫോം ചെയ്യും. അങ്ങനെ 2 സൈഡിലെയും നേസൽ പിറ്റിന് ചുറ്റിലും ലാറ്ററൽ നേസൽ പ്രോസസ്സും മീഡിയൽ നേസൽ പ്രോസസ്സും ഉണ്ടാവും. അങ്ങനെ മീഡിയൽ നേസൽ പ്രോസസ്സസും ലാറ്ററൽ നേസൽ പ്രോസസ്സസും ഫോം ചെയ്ത് കഴിയുമ്പം അടുത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മാക്സിലറി പ്രോസസ്സ് ഇങ്ങനെ അടുത്തടുത്ത് വരാൻ തുടങ്ങും. ഇപ്പം നമ്മൾ മാൻഡിബുലാർ പ്രോസസ്സാണ് അടുത്ത് വന്ന് ഫ്യൂസ് ചെയ്തത്. ഇനി മാക്സിലറി പ്രോസസ്സ് ഇങ്ങനെ അടുത്തടുത്ത് വരാൻ പോകും. അടുത്തടുത്ത് വന്നു കഴിഞ്ഞാലും പക്ഷേ അത് തമ്മിൽ ഫ്യൂസ് ചെയ്യില്ല. കാരണം നേസൽ പിറ്റുണ്ട് ഇവിടെ. നേസൽ പിറ്റിന് ചുറ്റും ലാറ്ററൽ നേസൽ പ്രോസസ്സും മീഡിയൽ നേസൽ പ്രോസസ്സും ഉണ്ട്.
നേസൽ പ്രോസസ്സ് ഉണ്ടല്ലോ, ആ മീഡിയൽ നേസൽ പ്രോസസ്സസ് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് ഫിൽട്രം ഫോം ചെയ്യും. അപ്പർ ലിപ്പിൻ്റെ ഫിൽട്രം ഫോം ചെയ്യും. അതെ, രണ്ട് മീഡിയൽ നേസൽ പ്രോസസ്സും കൂടെ അടുത്തടുത്ത് ഒന്ന് ഫ്യൂസ് ചെയ്തിട്ട് ഫിൽട്രം, അപ്പർ ലിപ്പിൻ്റെ ഫിൽട്രം ഫോം ചെയ്യും. ഈ മീഡിയൽ നേസൽ പ്രോസസ്സ് ശരിക്കും ഫ്യൂസ് ചെയ്തില്ലെങ്കിൽ മിഡ് ലൈൻ അപ്പർ ലിപ്പ് ക്ലെഫ്റ്റ് ഉണ്ടാവും. അതായത് ലോവർ ലിപ്പ് മിഡ് ലൈൻ ക്ലെഫ്റ്റ് ഫോം ചെയ്യുന്നത് മാൻഡിബുലാർ പ്രോസസ്സസ് തമ്മിൽ ശരിക്കും ജോയിൻ ചെയ്യാത്തത് കൊണ്ടും അപ്പർ ലിപ്പിനകത്ത് ക്ലെഫ്റ്റ് ഫോം ചെയ്യുന്നത് മീഡിയൽ നേസൽ പ്രോസസ്സുകൾ ശരിക്കും ഒരുമിച്ച് ഫ്യൂസ് ചെയ്യാത്തത് കൊണ്ടും. ഓക്കെ, അങ്ങനെ നോർമലി എന്താ സംഭവിക്കുന്നത്, മീഡിയൽ നേസൽ പ്രോസസ്സസ് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഫിൽട്രം ഫോം ചെയ്തു. അടുത്തതായിട്ട് മീഡിയൽ നേസൽ പ്രോസസ്സിൻ്റെ കൂടെയും ലാറ്ററൽ നേസൽ പ്രോസസ്സിൻ്റെ കൂടെയും ഈ മാക്സിലറി പ്രോസസ്സ് ജോയിൻ ചെയ്യും. അതായത് മാക്സിലറി പ്രോസസ്സ് മീഡിയൽ നേസൽ പ്രോസസ്സിൻ്റെ കൂടെയും ജോയിൻ ചെയ്യും, ലാറ്ററൽ നേസൽ പ്രോസസ്സിൻ്റെ കൂടെയും ജോയിൻ ചെയ്യും. ഈ മാക്സിലറി പ്രോസസ്സ് മീഡിയൽ നേസൽ പ്രോസസ്സിൻ്റെ കൂട്ടത്തിൽ ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ക്ലെഫ്റ്റ് ലിപ്പ് ഫോം ചെയ്യും. അതാണ് അതിൻ്റെ അനോമലി ഉണ്ടാവുന്നത്. മീഡിയൽ നേസൽ പ്രോസസ്സും മാക്സിലറി പ്രോസസ്സും തമ്മിലുള്ള ജോയിനിങ് കറക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന അനോമലിയുടെ പേരാണ് ക്ലെഫ്റ്റ് ലിപ്പ് എന്നുള്ളത്. അടുത്തത് മാക്സിലറി പ്രോസസ്സ് ലാറ്ററൽ നേസൽ പ്രോസസ്സിൻ്റെ കൂടെ ജോയിൻ ചെയ്യും. ഈ ഫ്യൂഷൻ കറക്റ്റായിട്ട് നടക്കാത്തപ്പോൾ ഒബ്ലിക് ഫേഷ്യൽ ക്ലെഫ്റ്റാണ് ഉണ്ടാകുന്നത്. അനോമലി ഒബ്ലിക് ഫേഷ്യൽ ക്ലെഫ്റ്റാണ്. എന്തൊക്കെയാണ് ഫോം ചെയ്യുന്നത് ഒന്നുകൂടെ പറയാം. ഫ്രോണ്ടോ നേസൽ പ്രോസസ്സ് ഫോം ചെയ്യുന്നത് ഫോർ ഹെഡാണ്. ലാറ്ററൽ നേസൽ പ്രോസസ്സ് നമ്മുടെ ഏല ഓഫ് നോസ് ഉണ്ടാക്കും. മീഡിയൽ നേസൽ പ്രോസസ്സ് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് ഫിൽട്രും പ്രിമിറ്റീവ് പാലറ്റും ഉണ്ടാക്കും. മാക്സിലറി പ്രോസസ്സ് ഫോം ചെയ്യുന്നത് അപ്പർ ലിപ്പും ചീക്കും ആയിരിക്കും, അപ്പർ ലിപ്പിൻ്റെ ലാറ്ററൽ പോർഷൻ. ഫിൽട്രം ഫോം ചെയ്യുന്നത് മീഡിയൽ നേസൽ പ്രോസസ്സാണ്. ബാക്കി പോർഷൻസ്, അപ്പർ ലിപ്പിൻ്റെ ബാക്കി പോർഷൻസും ചീക്കും ഫോം ചെയ്യുന്ന മാക്സിലറി പ്രോസസ്സാണ്. മാൻഡിബുലർ പ്രോസസ്സ് ലോവർ ലിപ്പും ചിന്നും. ഇത്രയും സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്ന സാധനങ്ങൾ. ഇത് ഹാർഡ് പാലറ്റിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം പറയാം. ഹാർഡ് പാലറ്റിന് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് പാർട്സ് ഉണ്ട്, പ്രൈമറി പാലറ്റും സെക്കൻഡറി പാലറ്റും. പ്രൈമറി പാലറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം മീഡിയൽ നേസൽ പ്രോസസ്സ് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് പ്രൈമറി പാലറ്റും ഫിൽറ്ററും ഉണ്ടാകുന്നതെന്ന് ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പം പ്രൈമറി പാലറ്റ് ഫോം ചെയ്യുന്നത് മീഡിയൽ നേസൽ പ്രോസസ്സ് ഫ്യൂസ് ചെയ്തിട്ടാണ്. അടുത്തത് സെക്കൻഡറി പാലറ്റാണ്. സെക്കൻഡറി പാലറ്റ് ഫോം ചെയ്യുന്നത് രണ്ട് പലറ്റൈൻ പ്രോസസ്സും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ്. പലറ്റൈൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാക്സിലറി ബോണിന് രണ്ട് പലറ്റൈൻ പ്രോസസ്സ് എന്ന് പറഞ്ഞ് പ്രോസസ്സ് ഉണ്ട്. ആ രണ്ട് പലറ്റൈൻ പ്രോസസ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടാണ് സെക്കൻഡറി പാലറ്റ് ഫോം ചെയ്യുന്നത്. ഈ പ്രൈമറി പാലറ്റിനെയും സെക്കൻഡറി പാലറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഇൻസിസീവ് ഫൊറാമനാണ്. Incisive foramen separates between the primary and secondary hard palate. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയണം വിചാരിച്ചത്. എംബ്രിയോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അമ്മയുടെ യൂട്രസിൻ്റെ ഉള്ളിൽ കുട്ടീൻ്റെ വളർച്ചയാണ് എംബ്രിയോളജിയിൽ നമ്മൾ പഠിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഗെമറ്റോജെനസിസിൻ്റെ കാര്യം പറഞ്ഞു. പിന്നീട് ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് എംബ്രിയോ ഇംപ്ലാന്റ് ചെയ്ത് ബൈലാമിനാർ ജേം ഡിസ്കിൻ്റെ ഫോമേഷൻ പറഞ്ഞു. പിന്നീട് അതിനുശേഷം ഗ്യാസ്ട്രുലേഷനും ന്യൂറുലേഷനും പറഞ്ഞു. ഗ്യാസ്ട്രുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ജേം ലെയേഴ്സിൻ്റെ ഫോമേഷൻ, ന്യൂറുലേഷൻ എന്ന് പറയുമ്പോൾ ന്യൂറൽ ട്യൂബിൻ്റെ ഫോമേഷൻ. ഓക്കെ, ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം ഇൻട്രാ എംബ്രിയോണിക് മീസോഡേമിൻ്റെ ഡിഫറൻസിയേഷൻ പറഞ്ഞു. സോമൈറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു. സോമൈറ്റ്സ് പിന്നെ ഫെരിഞ്ചൽ ആർച്ചസിൻ്റെ കാര്യം പറഞ്ഞു. ടങ്ങിൻ്റെ ഡെവലപ്മെൻറ്റ് പറഞ്ഞു. ഏറ്റവും അവസാനമായിട്ട് ഫേസിൻ്റെ ഡെവലപ്മെൻറ്റും പറഞ്ഞു. അടുത്തൊരു വീഡിയോയിൽ
CVSൻ്റെ ഡെവലപ്മെൻറ്റാണ് ഞാൻ പറയാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഇപ്പം എംബ്രിയോളജിയുടെ ആദ്യത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ.